ഒരു കാര്യം സുന്നത്താണ്, ഇന്നതാണ് സുന്നത്ത് എന്ന് കണ്ടാൽ ഞങ്ങൾ അതിനെതിരെ എത്ര നൂറ്റാണ്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഞങ്ങൾ മാറ്റിവെക്കും. എന്നാൽ നിങ്ങൾ അങ്ങനല്ല, നിങ്ങൾ പഠിച്ചതിനെതിരെ ചെയ്യൂ. അതാ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഒരു കാര്യം പഠിച്ചതിനെതിരെ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഖുർആനും ആയത്തും ഹദീസും ധരിച്ചാണ് പെണ്ണ് മത്സരിക്കാൻ പാടില്ല എന്ന് മൗദൂദ് പറഞ്ഞത്. അതേ മൗദൂദ് തന്നെ എന്തെടുത്തു? പെണ്ണിനെ സ്ഥാനാർത്ഥിയാക്കി. ഇതുപോലെ ഇത് പാഠപുസ്തകമാണ്. ആറ് പാഠപുസ്തകം, ജമാഅത്തെ ഇസ്ലാമിയുടെ പാഠപുസ്തകം 1-ാം ഭാഗം, ഫിഖ് പാഠങ്ങൾ 1-ാം ഭാഗം, 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ്. എന്താ പറയുന്നത്? തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നു. അതോടൊപ്പം 2 കൈപ്പടങ്ങൾ വിരലുകൾ നിവർത്തിക്കൊണ്ട് ചെവി വരെ ഉയർത്തി വലത് കൈ ഇടത്തേതിന് മുകളിലാക്കി നെഞ്ചിൽ വെക്കുകയും വേണം. കണ്ടോ? എവിടെ കൈവെക്കേണ്ടത്? നെഞ്ചില്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ കുട്ടി മദ്രസയിൽ പോയിരുന്ന് ഓതി പഠിച്ചിട്ട് വീട്ടിൽ വരിക. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ വാപ്പാണ്ടല്ലോ വീട്ടില്, അങ്ങനെ വാപ്പാട്ട് ളുഹർ ബാങ്ക് വിളിച്ച് പള്ളിയിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോ അല്ലാഹു അക്ബർ, വാപ്പയുടെ കൈയിട്ട് കാര്യം പോയത് സുന്നിപ്പള്ളിയിലായതുകൊണ്ട് വള്ളമ്മേ, അല്ലാതെ വേറൊന്നുമുള്ളതുകൊണ്ടല്ല. ഖുർആനും ആയത്തും ഹദീസും അവിടെയാണ്. അവിടുത്തെ വോട്ട് നഷ്ടപ്പെടരുതല്ലോ. അപ്പൊ അവിടെ പള്ളമ്മേ. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ നോക്കുക, വാപ്പ സുന്നത്ത് നിസ്കരിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇന്ന് പഠിച്ച് നെഞ്ചത്ത് വെക്കണം എന്നാണല്ലോ, ഇപ്പൊ എന്താ ഇങ്ങനെ കൈയിട്ടിരിക്കണത് എന്ന് പറഞ്ഞാല് പറയാം, മോനെ അതൊക്കെ ഒരു ഹിക്മത്താണ് കേട്ടോ, അതൊക്കെ ഒരു ഹിക്മത്താണ് കേട്ടോ. അതാ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഒരു കാര്യം ഇന്നതാ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യണമെന്നുണ്ട് അങ്ങനെ ചെയ്യണം. പിന്നെ അവിടെ നമ്മൾ കൈകടത്തരുത്. ഈ രൂപത്തിലാണ്. എന്നിട്ട് ജമാഅത്തുകാരൻ നമ്മളെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. നെഗറ്റീവ് ശൈലിയിലുള്ള മതപ്രവർത്തനം പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. നെഗറ്റീവ് മതപ്രവർത്തനത്തിന്റെ വക്താക്കളായിട്ട് നിങ്ങൾ മാറുക, എന്നിട്ട് ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തുക, മറ്റ് സംഘടനകളെ കുറിച്ച് വെറുപ്പ് സൃഷ്ടിക്കുക. അവനവനെ കുറിച്ചൊന്നും പറയൂല. അങ്ങനെ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ. എൻ്റെ നാട്ടിലെ ഒരു ജമാഅത്ത് പ്രവർത്തകന്റെ അടുത്ത് ഒരു മുജാഹിദ് സുഹൃത്ത് വന്നു. ദഅവത്തും തബ്ലീഗും ഒക്കെ നടത്തി. അപ്പൊ ജമാഅത്ത് പ്രവർത്തകൻ പറഞ്ഞു, എനിക്ക് മുജാഹിദ് സംഘടനയെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ട്, അതിന് പറ്റിയ പുസ്തകമോ CD മറ്റോ ഉണ്ടെങ്കിൽ. ഞാൻ കൊണ്ടുവരാം. അടുത്ത ആഴ്ച കൊണ്ടുവന്നു കൊടുത്തു CD. അങ്ങനെ ജമാഅത്ത് പ്രവർത്തകൻ ഇത് കേട്ടു. അപ്പൊ ഇത് മുഴുവൻ സുന്നികൾക്കെതിരെയുള്ള വിമർശനങ്ങളാണ്. ഇയാൾ ജമാഅത്ത് പ്രവർത്തകൻ അത് മുജാഹിദ് സുഹൃത്തിന് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സുന്നികൾക്കെതിരുള്ളതാണ്, സുന്നികളെ കുറിച്ച് എനിക്കറിയാം, എനിക്ക് വേണ്ടത് മുജാഹിദ് സംഘടനയെ കുറിച്ചാണ്. അപ്പൊ അടുത്ത ആഴ്ച അയാൾ വേറെ CD കൊടുത്തു. ജമാഅത്ത് പ്രവർത്തകൻ അത് കേട്ടു, അത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ്. ഇത് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എനിക്കറിയാം, എനിക്ക് കിട്ടേണ്ടത് മുജാഹിദ് സംഘടന എന്താണ്. പിന്നെ ഇതുവരെ ആ മുജാഹിദ് സുഹൃത്ത് അങ്ങോട്ട് വന്നിട്ടില്ല. കാരണം അവനവനെ കുറിച്ച് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാ, മറ്റുള്ളവരെ കുറിച്ച് എതിർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടോ? ഇയാള് ഖണ്ഡന പ്രസംഗം നടത്തുമ്പോഴായി പറയണത്. ഖണ്ഡന പ്രസംഗം നടത്തിയാണ് നമ്മളെ കുറിച്ച് പരാതി. അതാ നേരത്തെ പറഞ്ഞ ബന്ധിനെതിരെ ബന്ധ് നടത്ത, ഖണ്ഡന പ്രസംഗത്തിനെതിരെ ഖണ്ഡന പ്രസംഗം നടത്തുക. എന്നിട്ട് ഇയാൾ പറയാണ്, ഞാൻ ചോദിക്കട്ടെ, എന്റെ സദറുദ്ദീൻ മൗലവി സ്നേഹത്തോട് പറയാണ്, ആ ജമാഅത്ത് സുഹൃത്തിന്റെ പേരും അഡ്രസ്സും തരൂ, ഞങ്ങൾ കൊടുക്കാം CD. സദറുദ്ദീൻ മൗലവി ഇവിടെ ഞങ്ങളുടെ കുട്ടികൾ ബന്ധപ്പെടും നിങ്ങളുമായിട്ട്. ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെട്ട ആ ജമാഅത്ത് സുഹൃത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ അഡ്രസ്സും ഞങ്ങൾക്ക് കൈമാറുക. അദ്ദേഹത്തിന് ആവശ്യമായ പുസ്തകങ്ങളും അദ്ദേഹത്തിന് ആവശ്യമായ CDകളും അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇതുവരെ ആ ജമാഅത്ത് സുഹൃത്ത് പിന്നെ മുജാഹിദ് പ്രവർത്തകരെ കണ്ടിട്ടില്ല. ഞങ്ങൾ കാണിച്ചു കൊടുക്കാം, മുജാഹിദ് പ്രവർത്തകരെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. നിങ്ങൾ ആ വിളവ് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. ആ വക്രബുദ്ധി ഞങ്ങളോട് വേണ്ട, നേരെ ആയിക്കോട്ടെ. കാരണം ഇവരിപ്പോ ഒരു പുതിയ തന്ത്രം എന്ന് വെച്ചാല്, ഈ കൂട്ടത്തിൽ ഇവരുടെ ഈ പെൺകുട്ടികളും വാതിക്കാൻ പറ്റും. അപ്പൊ അവര് ചാക്കിടാൻ വേണ്ടിട്ടൊരു പുതിയ പടി, എന്താ ബിസ്മിയെ കുറിച്ച് 2 വാക്ക് പറയാ. എന്നിട്ട് ഈ മുജാഹിദ് എന്ന് പറഞ്ഞാൽ കുറെ പെണ്ണുകെട്ടുന്ന ആൾക്കാരാണ്. അപ്പൊ പെണ്ണുങ്ങളുടെ മനസ്സിൽ ഏതായിരുന്നാലും അതിനോട് കൂടുതൽ യോജിപ്പുണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു വക്രബുദ്ധി, ആ വക്രബുദ്ധി ഞങ്ങളോട് വേണ്ട. ഞങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ മനസ്സിലാക്കൂ. ഒരു കാര്യമില്ല ഇവിടുത്തെ ബിസ്മിയെ കുറിച്ച് ചർച്ച. ഇത് ഇവിടെ മാത്രല്ല, കുനികിന് മാത്രല്ല, എറണാകുളത്തികൾ പ്രസംഗിക്കാണ്. ആണ്ട് മോനെ, ആ കളിയൊന്നും ഞങ്ങളോട് വേണ്ട, ഞങ്ങൾ തന്നെ ഇട്ടത് കേൾപ്പിച്ചേക്കാം. ആ കേടങ്ങ് തീർന്നോട്ടെ, കേട്ടോട്ടെ. അപ്പൊ ഇവര് തുടങ്ങിയ ഒരു പരിപാടിയാണ് ബിസ്മി. വിവാഹ മേഖലയിലെ നല്ല ചുവടുവെപ്പ്.
ഒരു സംശയവുമില്ല. അനാചാരങ്ങൾ നിലനിൽക്കുന്ന, സ്ത്രീധനം പോലെയുള്ള മഹാവിപത്തുകൾ നിലനിൽക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ വിവാഹ രംഗത്തെ വിപ്ലവാത്മകമായ ചുവടുവെപ്പായിരുന്നു, മികച്ച ഒരു നവോത്ഥാന പ്രവർത്തനമായിരുന്നു കേരള നദുവത്തുൽ മുജാഹിദീൻ തുടങ്ങിയ ബിസ്മി എന്ന സംരംഭം. മുസ്ലിം സമൂഹത്തെ സ്ത്രീധനത്തിൽ നിന്ന്, വിവാഹ രംഗത്തെ അനാചാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു മികച്ച സംരംഭമായിരുന്നു അത്. ആ ബിസ്മി ഇന്ന് എവിടെ എത്തി? ഇന്ന് ഒരു ബഹുഭാര്യത്വം എന്ന ഒരു പ്രസ്ഥാനമായിട്ടത് മാറി. ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചിട്ടുണ്ട്. എപ്പോ? അനുവാദമാണ്. നിർണായകമായ അനിവാര്യ സന്ദർഭങ്ങളിൽ ഒരുപാട് നിയമങ്ങൾ വെച്ചുകൊണ്ടാണ് ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചത്. എന്നാൽ ഈ ബിസ്മി ഇന്ന് എത്തി നിൽക്കുന്നത് ആ ബഹുഭാര്യത്വം തന്നെ ഒരു പ്രസ്ഥാനമാകുന്ന അവസ്ഥയിലാണ്. ഞാൻ ഇത്രയും സൂചിപ്പിക്കേണ്ടി വന്നത് ഒരു സംഘടന ഏത് അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അവരുന്നയിക്കുന്ന വിമർശനങ്ങളെ കുറിച്ച് നമുക്ക് തിരിയൂ. കണ്ടോ? ആ ബിസ്മി എന്ന് പറഞ്ഞ ബഹുഭാര്യത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണെന്ന് എന്റെ മുജാഹിദ് പ്രവർത്തനം നിങ്ങൾ മനസ്സിലാക്കണ്ടോ? അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് ഇവിടെ അദ്ദേഹം കുനിയിൽ പ്രസംഗിച്ചപ്പോൾ സുഹൈർ മൗലവിയുടെ വെക്കിട്ട് കയറുണ്ട്. അതിന് മൂപ്പര് വിചാരിച്ച് ഇപ്പോഴും ബിസ്മി നടത്തിക്കൊണ്ടുപോകണം സുഹൈർ മൗലവിയാണ്. ഇയാൾക്കൊന്നും അറിഞ്ഞൂടാ, ഇയാള് രഹസ്യരേഖ തപ്പിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്തൊക്കെയാണ് ഈ പറയുന്നത്. അപ്പൊ ഇത് സ്ത്രീകളെ ലാക്കാക്കിയിട്ടുള്ള വെടിയാണ്. ആ വെടിയൊക്കെ പൊട്ടൂല, ആ ചീറ്റിപ്പോവും, കൊള്ളൂല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ ഈ കുബുദ്ധി ആദ്യം മാറ്റുക. നിങ്ങൾ നേരെ വാ, നേർക്ക് നേരെ സംസാരിക്കുക. അതാണ് ആണുങ്ങളുടെ അടയാളം. ഇതൊക്കെ പെണ്ണുങ്ങൾ നാട്ടിലെ ഈ ഒരു നിലവാരം ഇല്ലാത്ത ഇത്താത്തമാര് വർത്താനം പറയണേ ഇങ്ങനെ ഈ വളഞ്ഞ ബുദ്ധി. അത് വേണ്ട, നേരെ പറഞ്ഞോളൂ. ബിസ്മിയെ സംബന്ധിച്ച് എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? അതിന് ഔദ്യോഗികമായ ഓഫീസുണ്ട്. അതിന്റെ പിന്നെ കാര്യപരിപാടികൾ വിശദീകരിക്കുന്ന അതിൻ്റെതായ വിവരണങ്ങൾ നൽകുന്ന ബുക്ക്ലെറ്റുകളുണ്ട്. ഞങ്ങൾ തരാം, നിങ്ങൾ ചോദിച്ചോളൂ. ഇനി നിങ്ങൾക്ക് വിവാഹം കഴിക്കണമെന്നുണ്ടോ? രജിസ്റ്റർ ചെയ്തോളൂ, പ്രശ്നമില്ല. സദറുദ്ദീൻ മൗലവിയാണ്ട് പെണ്ണ് കെട്ടായിരിക്കൊന്നുമില്ല. ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്യാം, നോക്കാം ഇൻഷാ അല്ലാഹ്. മൂപ്പർക്ക് പരാതി, വാട്ടിക്കുള്ളവരൊക്കെ രണ്ട് പെണ്ണ്, എന്നെ മാത്രം പരിഗണിക്കണില്ല. ആജാതി പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ തയ്യാറാകുമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ ഈ രൂപത്തിൽ ഈ തരംതാന്ന വിമർശനങ്ങൾ അതിനൊന്നും അല്ല. ഇതിനൊക്കെ മറുപടി പറയരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഈ ജാതി ഘടനാണെങ്കിൽ മറുപടി പറയരുത്. നിങ്ങൾ കാര്യത്തിൽ അസലിയായ കാര്യങ്ങളിലേക്ക് വാ, നമുക്ക് സംസാരിക്കാം. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു ആരോപണം അദ്ദേഹം തന്നെ പൊട്ടിക്കുകയാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് മറുപടി പറയാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു മറുപടി, അതിന് ഞാൻ മറുപടി പറഞ്ഞില്ല. ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, അതിന് കേട്ടോളൂ. ഇനി അത് മൂപ്പർക്ക് വിഷമം വേണ്ട, അതിന് മറുപടി പറഞ്ഞേക്കാം. പറയട്ടെ അദ്ദേഹം. സഹോദരന്മാരെ, ഇനി അതിനപ്പുറത്തുള്ള ഒരു കാര്യം പറയാം. കേരളത്തിലെ മുജാഹിദ് സംഘടനകളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് വാദപ്രതിവാദം എന്ന് പറയുന്നത്. ഈ വാദപ്രതിവാദത്തിൽ ഇവരാരുടെ കൂടെ ആരോടാ വാദപ്രതിവാദം നടത്തുന്നത്? സമസ്ത AP വിഭാഗത്തോട് മാത്രം. AP വിഭാഗം സുന്നികളോട് ഒരു വാദപ്രതിവാദം നടത്തും. എന്താ EK വിഭാഗം സുന്നികളോട് മുജാഹിദുകാർ വാദപ്രതിവാദം നടത്താത്തത്? മുജാഹിദ് AP വിഭാഗം സുന്നികൾക്കുള്ള എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെയാണ് EK വിഭാഗത്തിനുമുള്ളത്, സമസ്തക്കുള്ളത്. എന്നിട്ടും സമസ്തയോട് എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം വാദപ്രതിവാദം നടത്താത്തത്? സമസ്തയെ എന്തുകൊണ്ടാണ് ഇവർ വെല്ലുവിളിക്കാത്തത്? വിഷയം മതരാഷ്ട്രീയമാണ്. സമസ്തയുടെ EK വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റേതാണ്. മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടനയാണ്. ഇത് മുസ്ലിം ലീഗിന്റെ മറ്റേ സംഘടനയാണ്. ഈ രണ്ട് പോഷക സംഘടനകളും കൂടെ തമ്മിലടിക്കാൻ പറ്റില്ല. ഇതാണ് ഇവരുടെ മതരാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഉദാഹരണം. കണ്ടോ, അയാൾ പറഞ്ഞൊരു വെടിയാണത്. ഇപ്പൊ ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇടക്കിടക്ക് വാദപ്രതി എറണാകുളത്ത് പ്രസംഗിച്ചപ്പോ അങ്ങനെ ഇടക്കിടക്ക് നടക്കുമെങ്കിലും മറ്റേതുപോലെ നടക്കുന്നില്ല. ഏതുപോലെ എപ്പോഴുമായിട്ട് നടക്കുന്നത് പോലെ ഇവരുമായിട്ടാണ് ഇപ്പൊ അങ്ങനെ ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേശ്ശെ മാറുള്ളൂ, ഒറ്റയടിക്ക് മാറൂല. പെട്ടെന്ന് വരില്ല തഴമ്പ്, കുറച്ചാൽ ഇരിക്കേണ്ടി വരും. അങ്ങനെ തഴമ്പ് വരുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ കുറേശ്ശെ മാറിയിട്ടുണ്ട്. പക്ഷെ ഇയാൾ തന്നെ മറുപടി പറയണുണ്ടോ നിങ്ങള്? ഇവിടെ EK സമസ്തയും അതുപോലെ തന്നെ മുജാഹിദുകളും ലീഗിന്റെ ആളുകളാണ്. ഇങ്ങനെ ഇടക്കിയാക്ക് പറയണം. എന്തെങ്കിലും രാഷ്ട്രീയം ഇല്ലെങ്കിൽ ഇവർക്ക് ഒരു ഹരം ഉണ്ടാവില്ല. അവിടെ ലീഗിന്റെ ആളുകളാണ് എന്നിങ്ങനെ വരുത്താൻ ശ്രമിക്കുക എന്ന ഇയാൾ തന്നെ അതിന് മറുപടി പറയണം. നിങ്ങൾ കേട്ടോളൂ, ഇയാൾ തന്നെ അതിന് മറുപടി പറയാണ്. ഇനി അതിനേക്കാൾ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാകുന്ന ഒരു രേഖ കൂടി വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ജമാൽ സാഹിബ്, ആ രേഖ എന്താന്ന് ചോദിച്ചാൽ ലീഗ് നേതാക്കൾ പറഞ്ഞതാ. സമസ്ത EK വിഭാഗത്തിന്റെ ഒരു പത്രമുണ്ട്, സത്യധാര, SKSSFന്റെ മുഖപത്രം.
ആ സത്യധാരയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാന്യരായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമാണ്. സത്യധാര പത്രം 2004 ഏപ്രിൽ 1 മുതൽ 15 വരെയുള്ള ഇതൊക്കെ ശരിക്കും പിടിച്ചോളി. ഇതിൽ എഴുതിയിരിക്കുന്നത് മുജാഹിദ് സംഘടന CIA സൃഷ്ടി എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നതല്ല, ജമാഅത്ത് അങ്ങനെ പറയുകയില്ല, ജമാഅത്ത് അങ്ങനെ വിശ്വസിക്കുകയും ഇല്ല എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നതല്ല, ജമാഅത്ത് അങ്ങനെ പറയുകയില്ല, ജമാഅത്ത് അങ്ങനെ വിശ്വസിക്കുകയും ഇല്ല. ഇല്ല ഇല്ല അത് കളവാ. അത് പിന്നെ പിടിക്കാം നമുക്ക്. ഇപ്പൊ ആദ്യം പിടിക്കാം. എന്ത് ഈ മുജാഹിദുകൾ CIA സൃഷ്ടിയാന്ന് പറഞ്ഞ ആരാ? EK സമസ്തയുടെ പത്രം സത്യധാര. അത് നിങ്ങളിൽ ഇച്ചിരി മുമ്പ് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ രഹസ്യധാരണയാണെന്ന്. എന്ത് കട്ടായത്! ഞങ്ങൾ തമ്മിൽ ഇവിടെ ലീഗും അത് മുജാഹിദും EK സുന്നയൊക്കെ ഒന്നായതുകൊണ്ട് ഞങ്ങൾ രഹസ്യധാരണയിലാണ് എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ രഹസ്യധാരണയിലാണെങ്കിൽ ഇങ്ങനെ ഞങ്ങളെ കുറിച്ച് ഇവർ ആക്ഷേപം പറയൂ? ഇല്ലാത്ത ഈ കളവ് പറയോ? അതുകൊണ്ട് സദറുദ്ദീൻ മൗലവി ആ വേല അവിടെ ഇരിക്കട്ടെ. ഇനി അവസാനം അയാൾ പറഞ്ഞേക്കണല്ല, ഒന്നുകൂടെ ഒന്ന് കേൾപ്പിച്ചേക്ക്. ഞങ്ങൾ അങ്ങനെ പറയൂല, മുജാഹിദിനെ കുറിച്ച് അങ്ങനെ പറയൂല എന്ന് കേട്ടോളൂ അദ്ദേഹം പറയണത് ഒന്നുകൂടി. ജമാഅത്തെ ഇസ്ലാമി പറയുന്നതല്ല, ജമാഅത്ത് അങ്ങനെ പറയുകയില്ല, ജമാഅത്ത് അങ്ങനെ വിശ്വസിക്കുകയും ഇല്ല. അത് വേറൊരു കളവ്. എത്ര കളവായി ഇയാൾ ഈ പറയണത്! ഒരു സ്റ്റേജിൽ ഇതൊക്കെ പറയണത് അതാ രസം. ഒരു സ്റ്റേജിൽ നിന്ന്. ഇനി അയാൾ പറയണോ മുജാഹിദിനെ കുറിച്ച് CIA സൃഷ്ടിയാണ്. മുജാഹിദുകൾക്ക് ചോദ്യം കൊടുക്കണം CIA ആണ്. എന്നുവെച്ചാൽ അമേരിക്കയുടെ ചാരസംഘടന നമുക്ക് ചോദ്യം തരേണ്ടത്. കേട്ടോളൂ അദ്ദേഹം തന്നെ പറയണത്. എനിക്ക് തോന്നുന്നു മുസ്ലിം ലോകത്തു, മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ, മുസ്ലിം സംഘടനകൾക്കിടയിൽ എഴുതുവിട്ടിട്ടുള്ള ഇസ്ലാമിന്റെ വിരോധികൾ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ള ചോദ്യങ്ങളും വിഷയങ്ങളും ഏറ്റെടുക്കാൻ കൈറോയിൽ മാത്രമല്ല ആളുണ്ടായിട്ടുള്ളത്. അബുദാബിയിലും ദോഹയിലും യൂറോപ്പിലും അമേരിക്കയിലും മാത്രമല്ല ആളുണ്ടായിട്ടുള്ളത്. അത് കേരളത്തിലും ഉണ്ടായി എന്നിടത്താണ് നമ്മുടെ ദുഃഖം. അത് കേരളത്തിലേക്ക് വരെ വന്നെത്തി. എനിക്ക് വലിയ സംശയമുണ്ടായിരുന്നു. എല്ലായിടത്തും അമേരിക്കക്ക് ചാരന്മാരുണ്ട്. അമേരിക്കൻ ചാരസംഘടനയായ CIA-ക്ക് എല്ലാ ജനവിഭാഗങ്ങളിലും ഏജന്റുമാരുണ്ട്, എല്ലാ മതവിഭാഗങ്ങളിലും ഏജന്റുമാരുണ്ട്. കേരളത്തിൽ ആരാണ് അവരുടെ ഏജൻസി പണി ഏറ്റെടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിലുള്ള ഒരു ഗവേഷണത്തിലായിരുന്നു ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴെനിക്ക് ഉത്തരം ഏതാണ്ട് കെട്ടിത്തുടങ്ങിയിരിക്കുന്നു. ഈജിപ്ഷ്യൻ വിപ്ലവത്തെ സയനിസ്റ്റ് ഗൂഢാലോചന എന്ന് വിശേഷിപ്പിക്കുവാൻ മാത്രം വിഡ്ഢിത്തം നിറഞ്ഞ നിലവാരത്തിലേക്ക് മുജാഹിദ് സുഹൃത്തുക്കൾ തരം താഴ്ന്നു പോയപ്പോ കണ്ടോ. അപ്പോ ഇപ്പൊ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ CIA ആരാണ്, ഏത് സംഘടനയാണ്. അപ്പൊ ഇപ്പൊ ഇയാൾക്ക് ഗവേഷണം നടത്തിയിട്ട് ഇപ്പൊ എത്തിയ നിഗമനം എന്താ? മുജാഹിദുകളാണ് ഇത് എത്തിയത്. ഇയാൾ ഇച്ചിരി മുമ്പ് പറഞ്ഞെന്താ? ഞങ്ങളങ്ങനെ പറയൂല. എന്താ സദറുദ്ദീൻ മൗലവി വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഞാൻ ചോദിക്കൂല, ഞാനങ്ങനെ ചോദിക്കൂല. ഇനി നിങ്ങളുടെ സംശയം തീരണ്ടേ? EK സുന്നിക്ക് സംശയം ഞങ്ങൾ CIA ആണോ? സദറുദ്ദീൻ മൗലവി ഗവേഷണം നടത്തിയിട്ട് സംശയം ഞങ്ങൾ CIA-യുടെ ചാരന്മാരാണ്. അല്ല, നിങ്ങളെ കൊണ്ട് തന്നെ പറയിക്കും. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ല. ഇനി അതല്ല, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഇനി അമേരിക്കനെ പറയണോ? കേട്ടോളൂ, അയാൾ തന്നെ പറയട്ടെ. അമേരിക്ക പുറത്തിറക്കിയ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ലിസ്റ്റ് ഉണ്ട്. 38 തീവ്രവാദ സംഘടന, അല്ലെങ്കിൽ 43 തീവ്രവാദ സംഘടന എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് അമേരിക്കൻ ഗവൺമെന്റിന്റെ രേഖയാ. 44 തീവ്രവാദ സംഘടനകളുടെ ലിസ്റ്റ്. അത് ഇതിൽ ഇഖ്വാനുൽ മുസ്ലിമൂനും മൗദൂദിൻ ജമാഅത്തൊന്നുമില്ല. ഇതിലുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകൾ സലഫി ധാരയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടോ, അമേരിക്ക പുറത്തുവിട്ട രഹസ്യരേഖ. അതെന്താണുള്ളത്? സലഫികൾ തീവ്രവാദികളാണ്, ഇഖ്വാനില്ല. അതെന്താ? സ്വന്തം ആൾക്കാരെ പെടുത്തുവര്. അമേരിക്കയുടെ ആൾക്കാരങ്ങള്, CIA-യുടെ ആൾക്കാരങ്ങള്. അപ്പൊ നിങ്ങൾ പെടുത്തൂല. അവിടല്ലേ നമുക്കറിയാം ഇവർ ഏറ്റവും വലിയ സാമ്രാജ്യ വിരോധം പറയുന്ന ആൾക്കാരാ. മൗദൂദി ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്കാ പോയത്. പക്ഷെ മരിക്കാൻ വേണ്ടി എങ്ങോട്ടാ പോയത്? അമേരിക്കയിലേക്ക്. അമേരിക്കയിലെ ബെഫലോ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് സാക്ഷാൽ മൗദൂദി മരിക്കണത്. അത് ഇവര് പറയാറില്ല. മൗദൂദി ജനിച്ചതേ പറയാറുള്ളൂ, മരിച്ചിട്ടില്ലേ മൂപ്പര്? അമേരിക്കയിലെ ബെഫലോ ഹോസ്പിറ്റലിൽ വെച്ചാ മരിച്ചത്. സാമ്രാജ്യത്വത്തിന്റെ മരുന്ന്, ആ മരുന്ന് വേണം, ചികിത്സ വേണം അല്ലേ? അപ്പൊ ഇപ്പൊ ആരാ? CIA. ഏതായിരുന്നാലും അമേരിക്ക പറയാണ് സലഫികൾ തീവ്രവാദികളാണ്. അമേരിക്കയുടെ ചാരസംഘടന, ആ ചാരസംഘടനയുടെ CIA, അതിന്റെ വാഗ്ദാനമാണ് മുജാഹിദുകളെങ്കിൽ അവർ തീവ്രവാദികളെ നടത്തിപ്പെടുത്തോ? ഇല്ല. എന്നാ ഇഖ്വാൻ മുസ്ലിമിനെ പെടുത്തിയിട്ടുണ്ടോ? തീവ്രവാദ സംഘടനയിൽ പെടുത്തിയിട്ടില്ല. എന്ന യഥാർത്ഥ തീവ്രവാദികൾ ആരാ? ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം.
എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇപ്പോൾ മുജാഹിദികൾക്കെതിരെ. മുജാഹിദികൾ തീവ്രവാദികളാണ്, സലഫികൾ തീവ്രവാദികളാണ്. എന്ത്? ഒന്ന് അമേരിക്കയുടെ രഹസ്യരേഖ. പിന്നെന്താണ് പിന്നെ പറയുന്നത്? അതെ, ബിജെപിയുടെ നേതാവ് പറഞ്ഞത്. ബിജെപിയുടെ നേതാവ് പറഞ്ഞത് കേട്ടോളൂ. സദറുദ്ദീൻ മൗലവി തന്നെ ഒന്ന് പറഞ്ഞോട്ടെ. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്ത് വലിയ ചർച്ചയാണ്. നമുക്ക് അഭിപ്രായമില്ല. സലഫി ഭീകരത, വഹാബി ഭീകരത ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഇന്ത്യയിൽ വലിയൊരു വിവാദം ഉണ്ടായില്ലേ? രാംജത്ത് മലാനി പറഞ്ഞു വഹാബി ഭീകരതയെ കുറിച്ച്. അപ്പൊ ലോകത്ത് നടക്കുന്ന ചർച്ച അങ്ങനെയാണ്. കണ്ടോ? അപ്പോ രാംജത്ത് മലാനി പറഞ്ഞു എന്ത്? ഭീകരതയെ കുറിച്ച്. എന്താ പറഞ്ഞത്? സലഫികളാണ് ഭീകരവാദികൾ. ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല എന്നിട്ട് പറയുകയും ചെയ്യും. ഇനി ഇയാൾ മാത്രമല്ല, വേറൊരു മൗലവിയും പറഞ്ഞു കേട്ടോളൂ. കഴിഞ്ഞ നവംബർ 21 ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് ജൂറിസ്റ്റ് ഓൺ ടെററിസം നടന്നു ഡൽഹിയിൽ. സൗദി അംബാസിഡർ ഇറങ്ങിപ്പോന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, പത്രത്തിൽ നമ്മൾ വായിച്ചു. കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് നേരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹം രാംജത്ത് മലാനിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഇപ്പോൾ പ്രചാരത്തിലുള്ളത് മൗദൂദി മാസ്റ്റർ ബ്രെയിൻ ആണ് തീവ്രവാദത്തിന്റെ എന്നല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മാസ്റ്റർ ബ്രെയിൻ ആണ് എന്നാണ്. കേരളത്തിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും മാസ്റ്റർ ബ്രെയിൻ ആണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് കേരളത്തിൽ ആരെങ്കിലും വിഷയമാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഷെയ്ഖ് ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സംരക്ഷിക്കാൻ, അദ്ദേഹത്തിന്റെ ആശയങ്ങളെ സംരക്ഷിക്കാൻ മുൻപന്തിയിൽ ഉണ്ടാവുക എന്ന് യാതൊരുവിധ സംശയവുമില്ല നമുക്ക് പറയാൻ പറ്റും. കണ്ടോ? അപ്പൊ സലഫികളെ സംരക്ഷിക്കാൻ, അതുപോലെ തന്നെ പിന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ടാകും മുന്നിൽ. പടച്ചനെ വിചാരിച്ച് നിങ്ങളെ കാവൽക്കാരാക്കാൻ ഒക്കെ പറ്റൂല, നിങ്ങൾ ഒഴിവായി തരണം. കാരണം ചങ്ങ അപ്പഴാ പണി കിട്ടണെന്ന് പറയാൻ പറ്റൂല. കള്ളന്റെ താക്കോൽ എടുക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ വെക്കാൻ പറ്റൂല. കാര്യം എന്താ അറിയോ? ഇതെന്താണെന്നറിയോ? ഇത് മാധ്യമമാണ്. ഇവർ ചെയ്യണ സാമൂഹ്യ സേവനം ഇതൊക്കെ. എത്ര ലേഖനാന്നറിയോ? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര ലേഖനാണ് വന്നിട്ടുള്ളതെന്നറിയോ? എത്ര ലേഖന എഴുതിയത് കൂട്ടിയത്? 9, 11 ഇന്ത്യ അമേരിക്കയുമല്ല. 6 ലേഖന അരുന്ധതി റോയ് ഔട്ട്ലുക്കിൽ എഴുതിയ ലേഖന ഇത്. ഈ ലേഖനം മാധ്യമം പരിഭാഷപ്പെടുത്തിയിട്ട് തന്റെ പത്രം, ഇസ്ലാമിക പത്രം എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന പത്രത്തിൽ കൊടുക്കുകയാണ്. എന്താ എന്റെ അകത്ത് കൊടുക്കാൻ കാരണം? ഒരു വാക്കുണ്ട്, സലഫി എന്നൊരു വാക്ക്. തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ട് സലഫി എന്നൊരു വാക്ക് ഇതിൽ വന്നുപോയി. അത് രേഖയാക്കി എടുക്കാൻ വേണ്ടി ഔട്ട്ലുക്കിൽ വന്ന, അമേരിക്കയിൽ നിന്ന് നോബൽ സമ്മാനം വാങ്ങി വന്ന, അമേരിക്കൻ സമ്മാനം സ്വീകരിച്ച അരുന്ധതി റോയിയുടെ ലേഖനം ജമാഅത്തുകാരൻ പരിഭാഷപ്പെടുത്തി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെയും സദറുദ്ദീൻ മൗലവി പറഞ്ഞല്ലോ, ജമാഅത്തുദ്ദഅവ സലഫിയാണ്. ശുദ്ധ ഇഖ്വാനികൾ സലഫി എന്ന് പേരിട്ട് വരിക. കേട്ടോളൂ. ജമാഅത്തുദ്ദഅവയെ പറ്റി മാധ്യമം തന്നെ പറയട്ടെ. ജമാഅത്തുദ്ദഅവ പേര് സൂചിപ്പിക്കുന്ന പോലെ സലഫി ചിന്താധാരയുള്ള ശുദ്ധമായൊരു ഇസ്ലാമിക പ്രബോധന സംഘം എന്നാണ് സംഘടന സ്വയം പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാമിനെ സമഗ്ര ജീവിത രീതിയായി കാണുന്ന സംഘടന സ്ത്രീധന വിവാഹം മുതൽ ജനാധിപത്യ രാഷ്ട്രീയ ക്രമം വരെ നിഷിദ്ധമായി കരുതുന്നു. അപ്പൊ ആരാ? ജമാഅത്തുദ്ദഅവ ആരാ? ജനാധിപത്യ രാഷ്ട്രീയ ക്രമം വരെ നിഷിദ്ധമായി കരുതുന്ന സംഘടന ഏതാ? ശുദ്ധ ഇഖ്വാനി. എന്നിട്ട് സലഫി എന്ന് പേരിടുക. அவங்க മനസ്സിലാക്കണം, നിങ്ങൾ സംരക്ഷണം ഏറ്റെടുത്താൽ ഇതായിരിക്കും അവസ്ഥ. പക്ഷെ അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ഒരു കാര്യം പറയട്ടെ, നാട് നീളെ രാംജത്ത് മലാനിയെ പറഞ്ഞു നടക്കുന്ന ബിജെപിയുടെ മുൻ നിയമമന്ത്രിയുടെ പരാമർശവുമായി നടക്കുന്ന ജമാഅത്തുകാരാ നിങ്ങളല്ല, നേരെ മറിച്ച് റബ്ബിന്റെ സഹായം ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഉണ്ട്. അതുകൊണ്ട് രാംജത്ത് മലാനി പറഞ്ഞത് രാംജത്ത് മലാനി തന്നെ പറഞ്ഞോട്ടെ. രാഷ്ട്രപതി പങ്കെടുത്ത ചടങ്ങിൽ തീവ്രവാദത്തെ ഇസ്ലാം മതവുമായി ബന്ധപ്പെടുത്തി പരാമർശമുണ്ടായതിൽ പ്രതിഷേധിച്ച് സൗദി നയതന്ത്ര പ്രതിനിധി ഇറങ്ങിപ്പോയി. വഹാബി മുസ്ലിങ്ങൾക്കെതിരെ മുതിർന്ന അഭിഭാഷകൻ രാംജത്ത് മലാനി നടത്തിയ പരാമർശമാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഡൽഹിയിൽ നടന്ന രാജ്യാന്തര നിയമജ്ഞരുടെ സമ്മേളനത്തിലാണ് രാംജത്ത് മലാനി വഹാബി മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചത്. സൗദി അറേബ്യയിൽ രൂപം കൊണ്ട വഹാബി വിഭാഗമാണ് ലോകത്ത് ഇന്നുള്ള എല്ലാ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും അടിത്തറയെന്ന് ജത്ത് മലാനി പറഞ്ഞു. ഈ വിഭാഗത്തെ സൃഷ്ടിച്ച വഹാബ് ഖുറാനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു ജനതയെ മുഴുവൻ തീവ്രവാദികളാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. Unfortunately, Wahhabism is being fully supported by a state with which we have friendly relations. It is time those who are in charge of our foreign policy must pick up moral courage and speak up that those states which support the Wahhabi version of Islam
and those who finance it, those who provide moral and intellectual encouragement are our enemies, and we shall have no relationship with such states. ദൈവത്തിന് മറവി രോഗമാണെന്ന് കൂടി ജത്മലാനി പറഞ്ഞതോടെ സദസ്സിലുണ്ടായിരുന്ന സൗദി അംബാസഡർ ഫൈസൽ ഹസൻ ത്രാഡ് വേദിയിലിരുന്ന രാഷ്ട്രപതി പ്രതിഭ പാട്ടീലിനരികിലേക്ക് കയറി ചെന്നു. ജത്മലാനി നടത്തിയ പരാമർശങ്ങളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ ശേഷം ത്രാഡ് ഇറങ്ങിപ്പോയി. പുറത്തെത്തിയ അദ്ദേഹം ഇത് എന്തു ജനാധിപത്യമാണെന്ന് ഉറക്കെ ചോദിച്ചാണ് മടങ്ങിയത്. മനോരമ ന്യൂസ്, ഡൽഹി. കണ്ടോ? അപ്പൊ ജത്മലാനി പറഞ്ഞത് എന്താ? ഒന്ന് സലഫികൾ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളാണ്, വഹാബി മുസ്ലിം അവർ തീവ്രവാദികളാണ്. രണ്ടാമത് പറഞ്ഞെന്താ? അള്ളക്ക് മറവിയാണ്, പടച്ചവനും മറവിയാണ്. ഇത് കേട്ടിട്ട് മുവാഹിദായ ഒരാൾ അവിടെ ഇരിക്കോ? അല്ല, ഇവിടെ ജമാൽ മക്കടയല്ലോ അവിടെ ഇരിക്കണേ, ജമാൽ മക്കടയല്ലോ. അവിടെ ഇറങ്ങി ഏത് സദസ്സാണെന്ന് പറഞ്ഞാൽ ഇതെന്താണ്, എന്താ ഈ പറയണത് ചോദിച്ചു, അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അതൊരു ഇസ്ലാമിക മര്യാദയാണ്. അള്ളാഹ്ക്കെതിരെ സംസാരിക്കണ സദസ്സില് ശിർക്കിന് വേണ്ടി വാദിച്ചിട്ട് അവിടെ കൂട്ടിരിക്കാൻ പറ്റുമോ? ഇല്ല, ഇറങ്ങിപ്പോന്നു. സൗദി അംബാസിഡർ ഇറങ്ങിപ്പോന്നു. ഇത് ജമാഅത്തുകാരിങ്ങനെ ഞങ്ങൾ പറയണില്ല എങ്കിലും പറയാണ്. എന്തിനാ നിങ്ങൾ ഇത്ര വിഷമിക്കണ്? നിങ്ങളുടെ സംരക്ഷണം വേണ്ട നിങ്ങൾ പറഞ്ഞില്ലേ? നേരെ മറിച്ച് സഡൻ ഓൺ ദ സ്പോട്ട് മറുപടി വന്നു. ആ സലാം മൗലവി അല്ല, സദർജി മൗലവി അല്ല, നേരെ മറിച്ച് വീരപ്പ മൊയ്ലി, മുൻ നിയമമന്ത്രിയല്ല, നിലവിലെ നിയമമന്ത്രിയായ വീരപ്പ മൊയ്ലി മറുപടി പറഞ്ഞു. എവിടെ വെച്ച്? അതേ സ്പീച്ച് സ്റ്റാൻഡ് നിന്നിട്ട്, അതേ മൈക്കിലൂടെ, അതേ സദസ്സിനോട്. കേട്ടോളൂ അത്. എന്നാൽ വഹാബി മുസ്ലിങ്ങളെ കുറിച്ച് രാം ജത്മലാനി നടത്തിയ പ്രസ്താവന കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ലെന്ന് നിയമമന്ത്രി വീരപ്പ മൊയ്ലി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് വ്യത്യസ്തമായ നിലപാടാണുള്ളതെന്ന് ഡൽഹിയിൽ ഇതേ സമ്മേളനത്തിൽ വീരപ്പ മൊയ്ലി പറഞ്ഞു. And we entirely disagree with the views which are expressed by him, with all humbleness. The terrorism has no religion at all. It's totally wrong to attribute terrorism to any religion, and no religion speaks of terrorism or propagate terrorism. കണ്ടോ? അപ്പോ ഒരിക്കലും തീവ്രവാദത്തിന് മതമായിട്ട് ബന്ധമില്ല. അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചുകൊണ്ട് തന്നെ മറുപടി വന്നു. ഈ ഇവരൊരു പരിപാടി നടത്തിയിട്ട് എവിടെ? ഈ കോഴിക്കോട് വെച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദം സലഫിസം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടി. അതിന് നമ്മൾ മറുപടി മുഖാമുഖം, നല്ല സുന്ദരമായൊരു മുഖാമുഖം നടത്തി. അവിടെ ഈ സാധനങ്ങൾ കൃത്യമായി ഇട്ട് കേൾപ്പിച്ച് മറുപടി പറഞ്ഞു നമ്മൾ. അപ്പൊ ഇത് കേട്ടിട്ട് ജമാഅത്തുകാരന് സഹിക്കണില്ല. ഇവര് നേരെ പോയി പ്രബോധനത്തിലേക്ക്. പ്രബോധനം മറിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സൈഡിൽ കത്തുകൾ എന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തിയാണ്. കത്തുകൾ ഒരു പേജ് മറിച്ചാല് സത്യത്തില് അത് കത്തുകളല്ല, കുത്തുകൾ എന്നാണ് അതിന് കൊടുക്കേണ്ട പേര്. കുത്തുകൾ. കാരണം വെച്ചാല് കുത്താനുള്ളതൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ ആ കുത്തുകളിൽ കൊടുത്ത എന്താണെന്നറിയോ? അത് ഇപ്പൊ കൊണ്ടുവന്നൊരു തെളിവ് വീരപ്പ മൊയ്ലിയുടെ ഒരു വാചകമാണ്. അത് സത്യത്തിൽ അവിടെ വന്നത് വെച്ചാല് അതൊരു രാഷ്ട്രപരമായ ഒരു ബന്ധത്തിന് വേണ്ടി തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിന് വീരപ്പ മൊയ്ലി പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് എഴുതുന്നത് ഇയാള്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ ഇറങ്ങിപ്പോകുമ്പോ അത് മോശമല്ലേ? അതുകൊണ്ട് ആ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന നിലക്ക് പറഞ്ഞാണ്. സത്യത്തിൽ എന്താണ് ഈ പറഞ്ഞ ഈ BJP-യുടെ മുൻ നിയമമന്ത്രി പറഞ്ഞതാണ് ശരി, രാം ജത്മലാനി പറഞ്ഞാണ് ശരി എന്ന രൂപത്തിൽ എഴുതി വെച്ചു. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇവർക്ക് മറുപടി പറയേണ്ട സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഈ ജാതി രഹസ്യരേഖകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ഈ ജാതി രഹസ്യരേഖകൾ. ഇത് വികസന ജ്യോതി അറിയോ? വികസന ജ്യോതി. ഇതാ വികസന ജ്യോതി. വികസന ജ്യോതിയില് നിങ്ങൾക്ക് കാണാം ഇന്ത്യ സൗദി അറേബ്യ തന്ത്രപ്രധാന കൂട്ടായ്മയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയും. സൗദിയാട്ടെ ഇന്ത്യ നടത്തുന്ന തന്ത്രപ്രധാന കൂട്ടായ്മകളുടെ രേഖയാണിത്. ഇതാ നിൽക്കണ്ട മൻമോഹൻ സിംഗും അബ്ദുള്ള രാജാവും കൂടി. കണ്ടോ? മൻമോഹൻ സിംഗും അബ്ദുള്ള രാജാവും കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ്. അവിടെ ഭീകരവാദത്തിനെതിരെയായ വളരെ തന്ത്രപ്രധാനമായ ചർച്ചകൾ നടത്തിയതിനെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടാണ് ഇത്. പ്രബോധനം വന്നതിന്റെ പിറ്റേ ആഴ്ച ഇറങ്ങിയ വികസന ജ്യോതിയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവർക്ക് ഞാൻ പറഞ്ഞില്ല ഒരു വരണ്ട ചിന്തയാണ് ഇവരുടെ മനസ്സിൽ. വരണ്ട ചിന്ത, ചൊറുപിടിച്ച മസ്തിഷ്കം. ആ അവസ്ഥയിൽ നിന്നാണ് ഈ രൂപത്തിലുള്ള ചിന്താഗതികൾ പുറത്തു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെന്താ ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്? ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ പ്രചരിപ്പിക്കാണ് മുജാഹിദ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് പറയാതിരുന്ന സുഹൃത്തെ. ഇദ്ദേഹം ചോദിക്കണം, നിങ്ങൾ 3 മണിക്കൂർ പ്രസംഗിച്ചിട്ട് എനിക്ക് 3 മണിക്കൂർ പ്രസംഗിച്ച് ഒരുപാട് കാര്യം പറയല്ലേ? അപ്പൊ ഞാൻ സമയപരിധി എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ അന്ന് നിർത്തിയതാണ്. ഇതൊക്കെ എനിക്ക് പറയാനുള്ള തന്നെയാണ്. നിങ്ങൾ വിചാരിച്ചെനിക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്.
ഇതൊക്കെ മുമ്പ് പ്രസംഗിച്ചിട്ടുള്ളതുമാണ്. എന്താ കേട്ടോളൂ, ഇദ്ദേഹം പറയാണ് എന്ത്, ഷെയ്ഖ് മുഹമ്മദ് മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ പ്രചരിപ്പിക്കണം. ഇവിടെയും ചോദ്യത്തിൽ എഴുത്തരാണ് ഉസാമ ബിൻ ലാദൻ. കേട്ടോളൂ അദ്ദേഹത്തെ കുറിച്ച്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് യഥാർത്ഥത്തിൽ തന്നെ മാസ്റ്റർ ബ്രെയിൻ എന്ന് ആരോപണം വന്നല്ലോ. ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സെപ്റ്റംബർ 11 ശേഷം 2001 സെപ്റ്റംബർ 11 സംഭവങ്ങൾക്ക് ശേഷം അമേരിക്കയും അതുപോലെ തന്നെ എല്ലാ ആളുകളും നിരന്തരമായ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച എന്താണ്? മൗദൂദിയെ പറ്റിയല്ല, അസ്ലുൽ ബന്നിയെ പറ്റിയല്ല, സയ്യിദ് ഖുത്ബിനെ പറ്റിയല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് ലോകത്തെ തീവ്രവാദത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ. ആ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്നാണ് ഉസാമ ബിൻ ലാദനും കൂട്ടരും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തീവ്രവാദിയാണ് എന്ന് പറഞ്ഞു. കണ്ടോ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തീവ്രവാദിയാണ്, ഉസാമ ബിൻ ലാദനൊക്കെ അവിടുന്ന് വന്നാണ്, ആ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് വന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഉസാമ ബിൻ ലാദൻ സലഫി ആണോ? ഇവര് നോട്ടീസിൽ ചോദ്യമായിട്ട് കൊടുക്കുക നാട് നിങ്ങളെ. കാരക്കുന്ന് നടന്ന മുഖാമുഖത്തിൽ അടക്കം കൊടുത്തു. എന്ത്, ഉസാമ ബിൻ ലാദൻ സലഫി ആണെന്ന് ഏതോ മൈക്കിള് പറഞ്ഞിട്ടുണ്ട്. മൈക്കിള് പറഞ്ഞ് തെളിവാക്കി കൊണ്ടുവരാ, ഏതോ ഇന്റർനെറ്റിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന്. എന്നാൽ മൈക്കിളും അല്ല, സൈക്കിളും അല്ല, നേരെ മറിച്ച് ഇത് IPH പുറത്തിറക്കിയതാണ്. ഇസ്ലാമിക വിജ്ഞാനകോശം ചീഫ് എഡിറ്റർ ടി കെ അബ്ദുള്ള, ഡയറക്ടർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്, ഉസാമ ബിൻ ലാദൻ. എത്രാമത്തെ വാള്യാണ്? 7ാമത്തെ വാള്യം. അൽ ഊൽ ഉസാമ ബിൻ ലാദൻ. എന്താ പറയുന്നത്? ഇസ്ലാമിക പ്രതിബദ്ധതയും സാമൂഹിക ബോധവും ചെറുപ്പം മുതൽ ഉസാമ പ്രകടിപ്പിച്ചു വന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്ന ഹജ്ജ് തീർത്ഥാടകർക്ക് ആതിഥ്യമെല്ലാം പിതാവ് വലിയ താല്പര്യമെടുത്തു. അവൽ മഹാപണ്ഡിതന്മാരും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നേതാക്കളും ഉൾപ്പെട്ടിരുന്നു. അവരുമായുള്ള സമ്പർക്കം ഉസാമയെ സ്വാധീനിച്ചു. സെക്കൻഡറി സ്കൂളിലും യൂണിവേഴ്സിറ്റിയിലും പഠിക്കുമ്പോൾ മറ്റു പല സതീർത്ഥരെയും പോലെ ഉസാമയും അൽ ഇഖ്വാനുൽ മുസ്ലിമൂനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. കണ്ടോ, ഇയാൾ ഇഖ്വാനിയാണ്. ഉസാമ അതിന്റെ ഫോട്ടോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആള് മാറിപ്പോകണ്ടെന്ന് വിചാരിച്ചു. ഇയാൾ ശുദ്ധ ഇഖ്വാനിയാണെന്ന് മാത്രമല്ല, കേട്ടോളൂ, യൂണിവേഴ്സിറ്റിയിൽ നിർബന്ധ വിഷയമായിരുന്നു ഇസ്ലാമിക പഠനങ്ങൾ. ഫലസ്തീനി പണ്ഡിതനായ അബ്ദുള്ള അസാം, ഷെയ്ഖ് മുഹമ്മദ് ഖുത്ബ് എന്നിവരാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അധ്യാപകർ. അപ്പൊ ഉസാമ ബിൻ ലാദന്റെ അധ്യാപകരാരാ? ഒന്ന് അബ്ദുള്ള അസാം, മറ്റൊന്ന് മുഹമ്മദ് ഖുത്ബ്. ഈ രണ്ടുപേരാണ്. അപ്പൊ ഇയാൾ ഇഖ്വാനിയാണ്, ഇഖ്വാൻ മുസ്ലിമിന്റെ ആളാണ് എന്ന് പ്രബോധനല്ല, മറ്റേ ഇസ്ലാമിക വിജ്ഞാനകോശത്തിൽ കൃത്യമായി പറയുകയാണ്. എന്ന് മാത്രമല്ല, ഉസാമ ബിൻ ലാദന്റെ ഉസ്താദിനെ കേരളത്തിൽ കൊണ്ടുവന്ന ഏക സംഘടന ആരാ? ഉസാമ ബിൻ ലാദന്റെ ഉസ്താദിനെ കേരളത്തിൽ കൊണ്ടുവന്ന ഏക സംഘടന ജമാഅത്തെ ഇസ്ലാമിക്കാര്. ഈ മുഹമ്മദ് ഖുത്ബിനെ കൊണ്ടുവന്നു. ജമാഅത്തെ ഇസ്ലാമി കേരള സമ്മേളനം 98 ഏപ്രിൽ 18-19 ഹിറാനഗർ, വേങ്ങര, കൂരിയാട്, മലപ്പുറം ജില്ല. അതിന്റെ നോട്ടീസ്, പ്രോഗ്രാം നോട്ടീസാണിത്. ഹിറാനഗറിൽ വെച്ച് നടന്ന 98 നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിറാ സമ്മേളനത്തിന്റെ പ്രോഗ്രാം നോട്ടീസിന്റെ ആ സമാപന സമ്മേളനത്തിൽ കാണാം. ഖിറാത്ത് സ്വാഗതം VK അലി അധ്യക്ഷൻ, പ്രൊഫസർ K സിദ്ദീഖ് ഹസൻ ഉദ്ഘാടനം, മുഹമ്മദ് ജാഫർ, മുഖ്യ ഭാഷണം മുഹമ്മദ് ഖുത്ബ് എന്ന് വെച്ചാൽ ഉസാമയുടെ ഉസ്താദ്, ഉസാമ ബിൻ ലാദന്റെ ഉസ്താദ് മുഹമ്മദ് ഖുത്ബ്. ഇനി പിന്നെ ഇയാൾ സലഫിയാണ്, മുജാഹിദുകളാണ് തീവ്രവാദികൾ. ഉസാമ ബിൻ ലാദന്റെ തെളിവ്, ഉസാമ ബിൻ ലാദൻ സലഫിയാണ്. ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? ഇനി അത് മാത്രമാണോ? ഇനിയിപ്പോ ഞാൻ IPH വായിച്ചു, ഇവിടെ വീണ്ടും ഒരു കളവ്. എന്തിനാ മനുഷ്യ ഈ കളവ് പറയണത്? ഖുർആനില് അല്ലാഹു വൈലുൽ മുക്കദ്ദിബീൻ ഒരു വട്ടമല്ല, ഇങ്ങനെ ആവർത്തിച്ച് പറയാം, വീണ്ടും വൈലുൽ മുക്കദ്ദിബീൻ. അങ്ങനെ ഈ വീണ്ടും കളവുണ്ടാവും അല്ലേ? ഈ ചുമ്മാതെ വെറുതെ ഇങ്ങനെ കളവ് പറയാ. ഈ നാട്ടിൽ വന്ന് പരസ്യമായി കളവ് പറഞ്ഞില്ലേ, കുനിയിൽ വന്നിട്ട് വീണ്ടും IPH കുറിച്ച്, സ്വന്തം സ്ഥാപനത്തെ കുറിച്ച് കളവ് പറയാ അല്ലേ? സദറുദ്ദീൻ മൗലവി ജമാഅത്തുകാരെ കൊണ്ടുവന്ന ജമാഅത്തുകാരല്ലേ ഇവിടെ? ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവുമല്ലോ. സദറുദ്ദീൻ മൗലവി കൊണ്ടുവന്ന. എന്തിനാണ് ഈ നുണ നിങ്ങൾ പറയണത്? ആ ഭാഗം നിങ്ങൾ കേട്ടോ, IPH കുറിച്ച് കേരളത്തിൽ അങ്ങനെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കൂടുതലും IPH എന്ന ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ച, ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തെ ജനങ്ങൾക്ക് സംഭാവന ചെയ്ത IPH എന്ന പുസ്തകാലയമാണ്. അപ്പോൾ ഒരു സംശയം നിങ്ങൾക്കുണ്ടാകും, IPH ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണാലയമല്ല എന്നാണല്ലോ ജമാഅത്തിന്റെ അമീർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു സത്യവാങ്മൂലത്തിൽ IPH കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, IPH ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണാലയമല്ല. IPH ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണാലയമല്ല. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ജനതയ്ക്ക്, കേരള ജനതയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള കിടയറ്റ ഒരു പ്രസാധനാലയമാണ്. അതിൽ നിന്ന് ജമാഅത്തെ
ഇസ്ലാമിക്ക് യോജിപ്പുള്ളതും വിയോജിപ്പുള്ളതുമായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ അത് പുസ്തകങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കും. അങ്ങനെ വ്യത്യസ്ത വീക്ഷണങ്ങളിലുള്ള പുസ്തകങ്ങൾ വരുമ്പോഴേക്കും പിളർന്നു പോകുന്ന ഒരു സംഘടനയല്ല ജമാഅത്തെ ഇസ്ലാമി. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗം എന്ന് പറയുന്നത് ഹിറാ സെന്ററിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരണ വകുപ്പ്, പ്രസിദ്ധീകരണ വിഭാഗം എന്ന പേരിൽ ഔദ്യോഗികമായ ഒരു പബ്ലിഷിംഗ് വിങ് വേറെ ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. ജമാഅത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടുകൾ, റൂദാദ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് അച്ചടിച്ചിറക്കുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഔദ്യോഗിക സ്ഥാപനം അത് വേറെയുണ്ട്. ഇത് മനസ്സിലാക്കണം. ഇത് ഒറിജിനലും ഔദ്യോഗികവും തമ്മിൽ നിങ്ങൾ കളിക്കുന്ന പോലെയുള്ള ഒരു കളിയുടെ പേരല്ല ഇത് ബുദ്ധിപൂർവകമായി ഈ സംവാദത്തിന്റെ അന്തരീക്ഷം ഒരുക്കിക്കൊണ്ട് സമൂഹത്തിൽ ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിക്കുവാൻ വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ വളരെ ബുദ്ധിപൂർവകമായ നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കണ്ടോ, വളരെ ബുദ്ധിപൂർവമായ നീക്കങ്ങളുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ് IPH ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണാലയമല്ല. നേരെ മറിച്ച് അത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്താണ്. ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? ഏതാക്കെ വിട്ടുകൊടുത്ത്? നിങ്ങളൊന്ന് പറഞ്ഞാണ്. ആർക്കാ വിട്ടുകൊടുത്ത്? നിങ്ങള് എന്തിനാണ് ഈ നുണ പറഞ്ഞിട്ട് ഈ സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ നിൽക്കുന്നത്? എന്തിനാ ഇത് പിരിച്ചു വിട്ടിട്ട് പോയെങ്ങോട്ടെങ്കിലും? എന്തിനാണ് ഈ കളവിങ്ങനെ ആവർത്തിക്കുന്നത്? ഇത് സത്യത്തിൽ ഇതിന്റെ നിജാവസ്ഥ എന്താ, സത്യാവസ്ഥ എന്താ? ഇവരൊരു ബുക്ക് ഇറക്കി, IPH ഒരു ബുക്ക് ഇറക്കി. ബുക്കിന്റെ പേര് ജനാധിപത്യം, മതേതരത്വം, ദേശീയത്വം, ഒരു താത്വിക വിശകലനം. മൗദൂദി എഴുതിയ ബുക്കാണ്, ഇന്നും വിൽക്കുന്ന ബുക്കല്ലേ. ഈ ബുക്കിലെ ഒരു ഉദ്ധരണി കോടതിയിൽ വന്നു. അല്ല, IPH ആരുടെയാണെന്ന് കോടതി ചോദിച്ചിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? IPH ആരുടേതാണ് എന്ന് കോടതി ചോദിച്ചിട്ടില്ല. നേരെ മറിച്ച് മതേതരത്വം, ജനാധിപത്യം, ദേശീയത്വം, ഒരു താത്വിക വിശകലനം എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകം കോടതിയിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് പറഞ്ഞു ജനാധിപത്യത്തിനെതിരാണ് ഇതിൽ പറയുന്നത്, മതേതരത്വത്തിനെതിരാണ് പറയുന്നത്. അപ്പൊ കോടതി വെച്ച് ഈ ബുക്ക് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായ ആരിഫ് അലി എഴുതി കൊടുക്കുന്നത്, ദാറ്റ് എക്സിബിറ്റ് P2 എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം എക്സിബിറ്റ് P2 ആയി സമർപ്പിച്ചിട്ടുള്ള എക്സിബിറ്റ് ഹാസ് നോട്ട് ബീൻ പബ്ലിഷ്ഡ് ബൈ ദ തേർഡ് റെസ്പോണ്ടന്റ് ബട്ട് ആൻ ഇൻഡിപെൻഡന്റ് പബ്ലിഷിംഗ് ഹൗസ്. ഇത് ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ചതല്ല, ഇത് ഏതോ സ്വതന്ത്ര പ്രസിദ്ധീകരണാലയം പ്രസിദ്ധീകരിച്ചതാണ്. സ്വതന്ത്രമായ ഒരു പ്രസിദ്ധീകരണാലയം ഇറക്കിയതാണ്. ആൻഡ് ഫർദർ ദ തേർഡ് റെസ്പോണ്ടന്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ വ്യൂസ് ഓഫ് ദ ഓദർ. ഇത് എഴുതിയ ആളുടെ വീക്ഷണവുമായി ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു യോജിപ്പില്ല. ഇത് എഴുതിയതാരാ? മൗദൂദിയെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ ആരിഫ് അലിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, പിന്നല്ലേ ഞങ്ങള് തോട്ടിക്കൊണ്ടു വിടുകള്. അല്ല, എന്താ ചെയ്യുക? അപ്പൊ നിങ്ങൾ എഴുതി കൊടുത്തത് ഞങ്ങൾ ഇറക്കിയതല്ല ഈ ബുക്ക്, ഇത് സ്വതന്ത്രമാണ്, ഏതൊരു സ്വതന്ത്ര പ്രസിദ്ധീകരണാലയം ഇറക്കിയതാണ്. ഇത് എഴുതിയ മൗദൂദി ആ ബുക്കിലെ പറഞ്ഞ കാര്യമായിട്ട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് കോടതിയിൽ പറഞ്ഞത് കളവല്ലേ? നിങ്ങൾ നാട് നീളെ കളവ് പറയാ. എന്നാൽ അതേ ബുക്കിന്റെ പേരാ ഇത്. കണ്ട, അതേ ബുക്ക് തന്നെ ഇത്. 1979 ആ ബുക്കിന്റെ പേരെന്താണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം. ഓരോ ആഴ്ചയിൽ ഒരു ബുക്കിന് പേര് മാറ്റും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം മൗദൂദിയുടെ ബുക്കിന്റെ പേര് ഖുതുബാത്ത്. എത്ര കൊല്ലായത് ഇറങ്ങണം ഖുതുബാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എല്ലാവർക്കും. ഇപ്പോഴും IPH പോയിട്ട് ഖുതുബാത്ത് എന്ന് ചോദിച്ചാൽ കിട്ടുമോ? ഇപ്പൊ എന്താ കിട്ടുന്നത്? മൗദൂദിയുടെ 10-ാം കോട്ടത്തെ പ്രഭാഷണങ്ങൾ. കേട്ടോ, പേര് മാറി. ഖുതുബാത്തിന്റെ പേരായിപ്പോ എന്ത്? മൗദൂദിയുടെ 10-ാം കോട്ടത്തെ പ്രഭാഷണങ്ങൾ. ഇങ്ങനെ ഇത് തന്നെ ഒരു അനീതിയാണ്. കസ്റ്റമറെ വഞ്ചിക്കുകയാണല്ലേ, ഉപഭോക്താക്കളെ വഞ്ചിക്കല്ലേ. ഒരാള് ഈ ബുക്കാണ്, ഇത് എന്റെ ഇല്ലല്ലോ ഈ ബുക്ക്, മൗദൂദിയുടെ 10-ാം കോട്ടത്തെ പ്രഭാഷണം, ഇത് പുതിയ ബുക്കാണെന്ന് പറഞ്ഞ ആൾ വാങ്ങിപ്പോയി. ഇത് ഖുതുബാത്ത സാധനം. പേര് മാറ്റിറക്ക. ഈ മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം എന്ന ബുക്ക് 1979 കോലായത്. അന്ന് അതിന്റെ പേര് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം. ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന പേരിൽ ഇറങ്ങിയ പുസ്തകത്തിലുള്ള കാര്യവുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിലെ അമീറിന് യോജിപ്പില്ല. എന്ത് വിരുദ്ധം, എന്ത് വൈരുദ്ധ്യായത്! നിങ്ങൾ എന്ത് മറുപടിയാ പറയണത്? എന്നിട്ട് ഇവിടെ വന്നിട്ട് അയാൾ പറയാണ് ഇയാൾ ആളാരാ സാധനം എന്നറിയാം, ഈ നമ്മുടെ ബുദ്ധിജീവിയാന്ന് എനിക്ക് മനസ്സിലായി. ഇയാൾ ഭയങ്കര ബുദ്ധിജീവിയാ. ആരെന്ന് മൂപ്പര് പറയാ അത് സംഗതി ഞങ്ങൾ ജമാഅത്തുകാർ ഉണ്ടാക്കിയതാ. കാരണം വെച്ചാൽ ഹാജി സാഹിബ് നന്ദികട ഇവര് പറയണത്. ജമാഅത്തുകാരൻ നന്ദികട, നിങ്ങളുടെ മുൻഗാമികളോട് ചെയ്യുന്ന നന്ദികടാ. ഈ കേരളക്കരയിൽ ഹാജി സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയും കൊണ്ടുവന്നു. അന്ന് ഇന്നത്തെ പോലെ പറഞ്ഞ വലിയ ഫണ്ടൊന്നും ഇല്ല. മാഞ്ചിയം തേക്ക് അങ്ങനെ ആട് അങ്ങനെ വിറ്റുവരവൊന്നും വന്നില്ല. ചുക്കച്ചോടം
അന്നില്ല. റിയൽ എസ്റ്റേറ്റ് അന്നില്ല, അത്ര പൈസ ഒന്നുമില്ല. അന്ന് ഒരു സ്ഥാപനം തുടങ്ങണം, ഒരു സ്ഥാപനം, ഒരു പ്രസിദ്ധീകരണാലയം തുടങ്ങണം. ഹാജി സാഹിബ് നടന്നു, കേന്ദ്ര കമ്മിറ്റിക്ക് കത്തയച്ചു, ഞങ്ങളെ സഹായിക്കണം. അന്ന് 700 രൂപ അയച്ചു കൊടുത്തു കേന്ദ്ര കമ്മിറ്റി. അറിയോ നിങ്ങൾക്ക്? ആ 700 രൂപ കയ്യിൽ അടക്കി പിടിച്ചിട്ട് ഹാജി സാഹിബ് നടന്നുണ്ടാക്കിയ പ്രസ്ഥാനമാണ് IPH. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ല എന്ന് ഇന്നത്തെ ഈ കുട്ടികൾ വിളിച്ചു പറയുമ്പോ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി നടന്ന് കാല് തേഞ്ഞ ആ നേതാക്കന്മാരോട് ഇത് കാണിക്കുന്ന നന്ദികേടല്ലേ ഇത്? എന്നിട്ട് ഇവിടെ വന്നിട്ട് സദറുദ്ദീൻ സാഹിബ് പറയാണ് ഔദ്യോഗികമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക സ്ഥാപനമല്ല, അത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിച്ചാൽ തെറ്റിദ്ധരിച്ചു പോയി നിങ്ങള്. കാരണം ഇതെന്താണെന്നറിയോ? ഇത് IPHന്റെ സൈറ്റിന്റെ കോപ്പിയാണ്. IPHന്റെ സൈറ്റിന്റെ കോപ്പി. IPHKerala.com എന്ന് അടിച്ചു നോക്ക്, അവിടെ കാണാം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസാധനാലയമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിന്റെ ഔദ്യോഗിക പുസ്തക പ്രസാധനാലയമാണ്. ഔദ്യോഗിക പ്രസാധനാലയമാണ്. ഇവിടുന്ന് ഇയാൾ പറയണെന്താ? ഔദ്യോഗിക അല്ല. ഇപ്പൊ പോയിട്ട് അടിച്ചു നോക്ക് സൈറ്റില്, IPHKerala അടിച്ചു നോക്ക്, ഔദ്യോഗികമാണ് എന്ന് സൈറ്റില്. ഇയാൾ ഒരു ഔദ്യോഗിക അല്ല. ഏത് കമ്മിറ്റിപ്പെട്ട ആളാ അയാള്? ഔദ്യോഗിക അല്ല. ഇതുപോലെ തന്നെ ഇവർക്കൊരു വേറൊരു ബുക്ക് സ്റ്റാൾ ഉണ്ട്, മർക്കസി മക്തബ എന്ന് പറഞ്ഞിട്ട്, ഇവിടെ കേന്ദ്ര പ്രസിദ്ധീകരണാലയം. അത് ഇവരുടെ അല്ലാന്ന്, ഇവര് ജമാഅത്ത് ഇസ്ലാമി എഴുതി കൊടുത്ത് ഞങ്ങളുടെ അല്ല. പക്ഷെ ഇതിൽ പറയുന്നത്, സൈറ്റിൽ പറയുന്നത് ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഡിവിഷൻ ഓഫ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്, ഒഫീഷ്യലാണ്. ഇത് സൈറ്റിൽ പറയാ. ഇനി ഇത് മുക്കാൻ വെക്കണ്ട നിങ്ങൾ പല സൈറ്റ് മുക്കിയിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾ മുക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് എത്തേണ്ട അടുത്ത് എത്തിപ്പോയി. ഇനി നിങ്ങൾ മുക്കിയിട്ടും കാര്യമില്ല. ഇനിയിപ്പോ അങ്ങനെ അല്ലാതെ ഇവർ ഇത് പിൻവലിക്കും. അങ്ങനെ കൈക്കറിക്കൊന്നും നിൽക്കണ്ട. ഒക്കെ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ കളർ കോപ്പി അടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്നിട്ട് ഈ പച്ച നുണ ഇവിടെ വന്ന് പറയുന്ന ആള്, ഈ നുണ പറയാന്ന് പറഞ്ഞാല് മാനസോദങ്ങളെ, ആദ്യത്തെ പ്രസംഗത്തിൽ ഇയാൾ തന്നെ ഉദ്ധരിച്ച ഹദീസില്ലേ, ആയത്തുൽ മുനാഫിഖ് തലാസ്, ഇതാ ഹദ്ദസ കദബ, സംസാരിച്ച കളവറ മുനാഫിക്കൻ ലക്ഷണമല്ലേ? അത് ഈ മുത്തഫിക്ക് നിങ്ങൾക്ക് പറ്റുമോ? പറ്റൂലല്ലോ. അപ്പോ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. പിന്നെ പറഞ്ഞൊരു കളവ് നിങ്ങൾ മനസ്സിലാക്കണം. മുജാഹിദുകളുടെ തീവ്രവാദ ബന്ധം പറയണേ, മുജാഹിദുകളുടെ തീവ്രവാദ ബന്ധം കേട്ടോളൂ. എന്നാൽ അത് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് കാലം കുറെ മുന്നോട്ട് വന്ന് അങ്ങനെ ഇവര് സംഘടന പിളർന്നപ്പോൾ ഇവർ പുറത്തിറക്കിയ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഭിന്നിപ്പ് കാരണങ്ങളും വസ്തുതകളും എന്ന പുസ്തകത്തിൽ ഇവരെഴുതുക NDF-നെ കുറിച്ച് പേജ് 169. ബഹുമാന്യനായ KNM ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയുടെ വീട്ടിൽ വരെ NDF-ന്റെ ഒന്നിലധികം യോഗങ്ങൾ നടന്നതിൻ്റെ തെളിവുകൾ ഉദ്ധരിക്കാൻ കഴിയും. AP അബ്ദുൽ ഖാദർ മൗലവിയുടെ വീട്ടിൽ NDF-ന്റെ ഒന്നിലേറെ യോഗങ്ങൾ നടന്നതിൻ്റെ തെളിവുകൾ ഉദ്ധരിക്കാൻ കഴിയും. തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഇപ്പൊ വിടും എന്ന് പറയണില്ലേ? അതേമാതിരിയാ പറയണേ. ഇങ്ങനെ ഇതിനപ്പുറമുള്ള തീവ്രവാദം എൻ്റെ മുമ്പിലുണ്ട്. ഇപ്പം തന്നെ ചില ആളുകൾക്കൊക്കെ മതി എന്ന് തോന്നുന്നുണ്ട്. ഇതിനി പറയണ്ട. അതിനപ്പുറമുള്ള സായുധ പരിശീലനത്തെക്കുറിച്ചൊക്കെ അതിനപ്പുറമുള്ള ഒരുപാട് രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും ഇപ്പൊ ഞാൻ വായിച്ച് ഇവിടെ വിശദീകരിക്കുന്നുണ്ടോ. ഇനി ഉണ്ട് ഉദ്ധരിക്കണ്ട. ഈ ജാതിയാണെങ്കിൽ ഉദ്ധരിക്കണ്ട, ഈ നിലയിലുള്ളതാണെങ്കിൽ ഉദ്ധരിക്കണ്ട. നിങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനെ AP അബ്ദുൽ ഖാദർ മൗലവി അല്ലേ? നിങ്ങൾ ഈ നാട് നീളെ കളവും പറഞ്ഞ് നടക്കുമ്പോ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളല്ലേ? സംഗതി നടന്നിട്ടില്ലേ? നടന്നിട്ടുണ്ട്. ഞങ്ങൾ വിശദീകരിച്ചല്ലോ, മുക്കത്തുനിന്ന് വിശദീകരിച്ചില്ലേ? സംഗതി എന്താ? AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മകനെ പിടിച്ചു. അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വ്യക്തി. എന്നിട്ട് അവിടെ മീറ്റിംഗ് വെക്കണമെന്ന് പറഞ്ഞു. അന്ന് NDF ഉണ്ടായിട്ടില്ല, രൂപപ്പെട്ടിട്ടില്ല. AP-യുടെ വീട്ടിൽ വന്ന് ഈ ജമാഅത്തുകാരനടക്കം AP-യുടെ മകനുമായി യോഗം കൂടി, അവരുമായി യോഗം കൂടി AP-യുടെ വീട്ടിൽ. AP വന്നപ്പോൾ ചെരുപ്പുകൾ പുറത്ത്, എന്താ ഇവിടെ എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഇതുപോലൊരു മീറ്റിംഗ് ആണ്, പുറത്ത് പോകണം, ഇനി മേലിൽ ഇത് പാടില്ല ഈ വീട്ടില്. അവര് പോയി അപ്പുറത്തൂടെ പോയി, അപ്പുറത്തെ പറമ്പിൽ വേറൊരു വീട്, അവിടെ പോയിരുന്നു. അവിടുന്ന് AP ആട്ടി പുറത്താക്കി. ഈ മകൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അന്ന് AP-യുടെ ശാസന കേട്ട് ആ ആളുകളെയും ആ ആദർശത്തെയും വീട്ടിൽ നിന്ന് അടിച്ചു പുറത്ത് വിട്ടിട്ട് ആ AP-യുടെ മകനും അന്ന് പുറത്താക്കി AP ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ കളവ് പറഞ്ഞു നടക്കുന്നത്. നിങ്ങൾ രഹസ്യരേഖൊന്നും കൊണ്ടുവരണ്ട, ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ് ഇവിടെ. AP-യുടെ മകൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്.
ആ എപിയുടെ മകനെ കൊണ്ടുപോയ ജമാഅത്തുകാരനോട് ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞങ്ങൾക്ക് ഒളിച്ചു വെക്കാനോ അല്ലെങ്കിൽ മറച്ചു വെക്കാനോ ഒന്നുമില്ല നിങ്ങളെ പോലെ. അത് കൃത്യമായി ഇവിടെ സംഭവിച്ചത് എന്ത് എന്ന് പറഞ്ഞു. അത് മറ്റേ മടവൂരികൾ എഴുതി, ആ എഴുതിയത് മൂപ്പര് വായിക്കണം, ഒന്നും ഇല്ലാത്ത കോലത്തിൽ അങ്ങനെ ആക്കാണ് എന്നാണ്. ഇങ്ങനെ ഉത്തരവാദിത്വ ബോധം ഇല്ലാതെയാണോ ഖണ്ഡന പ്രസംഗം നടത്താൻ വേണ്ടത്? ഇനി അത് മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം ഇയാളോട് പറഞ്ഞിരുന്നു, ഇവിടെ പറഞ്ഞിരുന്നു, കൊല്ലത്തൊരു പള്ളി പ്രശ്നം ഇതേ സംഘപരിവാര ശക്തികൾക്ക് കത്ത് കൊടുത്തു എന്ന ആരോപണം ഇവിടെ പറഞ്ഞു. ഞാൻ വെല്ലുവിളിച്ചു, നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. വരാൻ എന്റെ കൂടെ ഉണ്ടോ, നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു. മിണ്ടിയോ ഇയാള് പറയാ, അത് നമ്മള് വീഡിയോ ഡോക്യുമെന്ററി എടുക്കാൻ പോയാൽ സംഗീതം കേട്ടേണ്ടി വരും, അതുകൊണ്ട് ഞാനില്ല. സുബ്ഹാനല്ലാഹ്, ഇയാൾ ഞങ്ങൾ സംഗീതം ഇല്ലാതെ ഞാൻ ഇറക്കിത്തരാം. എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നത്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താ വേണ്ടത് നിങ്ങൾ പറഞ്ഞോളൂ. എന്താണ് ഇദ്ദേഹം പറഞ്ഞത് കേട്ടോളൂ. ഇദ്ദേഹം പിന്നെ ഇപ്പൊ വന്നിട്ട് ഈ അടുത്ത പ്രസംഗത്തിൽ പറയുന്നത് കേട്ടോളൂ. ഇനി അതിനേക്കാൾ ഗൗരവപ്പെട്ട ഒരു വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. പിളർന്നു ഡോക്ടർ ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം കൊല്ലം ജില്ലയിലെ പറവൂരിൽ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കൊല്ലം ജില്ലയിലെ പറവൂരിൽ അങ്ങനെ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ മറുവിഭാഗം കത്തയച്ചു. ആർക്ക്? പള്ളി ഉണ്ടാക്കുന്നവർക്കെതിരെയല്ല, കൊല്ലം ജില്ലയിലെ പറവൂരിലെ ക്ഷേത്ര കമ്മിറ്റിക്കും അവിടുത്തെ സംഘപരിവാറിൻ്റെ പ്രവർത്തകർക്കും. ഈ വിഭാഗം മടവൂർ വിഭാഗത്തിനെതിരെ കത്ത്. എന്താ കത്തിലുള്ളത്? ഇതാ ഇവിടെ പള്ളി നിർമ്മിക്കാൻ പോണു, നിങ്ങൾ തടയണം. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ കേട്ടിരിക്കും, ഇങ്ങനെ ഒരു കള്ളപ്രചരണം ജമാഅത്ത് നടത്തുന്നുണ്ട്. ഇത് 2005 ജൂലൈ 1 ഷബാബ് വാരികയിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ ഇവർ പുറത്തുവിട്ടു. പള്ളി നിർമ്മാണം തടയാൻ സംഘപരിവാറിന് കത്തയച്ചതിൻ്റെ വിശദാംശം 2005 ജൂലൈ 1 ഷബാബ് വാരികയിൽ പുറത്തുവിട്ടു. അപ്പോൾ 2005 ജൂലൈ 15 വിചിന്തനം അത് നിഷേധിച്ചു, അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത ലക്കം ഷബാബ് 2005 ജൂലൈ 22 ഷബാബ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടു. ഇപ്പം അങ്ങനെയാണല്ലോ, രാവിലെ ഒരാൾ പത്രസമ്മേളനം നടത്ത എന്നെ കൊല്ലാൻ വരണോ, വൈകുന്നേരം അതിന് മറുപടി, കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ ആൾ പിന്നെയും മറുപടി, പിന്നെ ഏകപക്ഷീയമായ ഗോളടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിപ്പോഴും തീർന്നിട്ടില്ല. പക്ഷെ വിചിന്തനം പിന്നെ മറുപടി പറഞ്ഞില്ല. അതിൽ രേഖകളാണ് കൊടുത്തിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ പറവൂരിലെ KNM പ്രസിഡന്റ് മുഹമ്മദ് മൻസൂറാണ് സംഘപരിവാറിന് കത്തയച്ചത്, പള്ളി തടയണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവരെ കുറിച്ച് എന്താ ഇനി പറയേണ്ടത്? അള്ളാഹുവിൻ്റെ പള്ളികൾ നിർമ്മിക്കുന്നത് തടയാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കത്തയക്കാൻ മടിക്കാത്ത ഒരു സംഘടന. വമൻ അളിലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും മൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ് ദുനിയാ ഖിസിയുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അള്ളാഹുവിന്റെ പള്ളികളിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്നത് തടയുന്നതിനേക്കാൾ അക്രമിയാരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മറ്റു മുസ്ലിം സംഘടനകൾക്കെതിരെ എന്താ പറഞ്ഞുകൂടാത്തത്? ജമാഅത്തിനെതിരെ ഇവിടെ ഇവർ നടത്തിയ എല്ലാ പ്രചരണങ്ങളും ഇതിന്റെ തുടർച്ചയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. കണ്ടോ? ഇതിനെ ഞാൻ വിളിച്ചത്, നിങ്ങൾ ഇന്നലെ രേഖ കയ്യിലുണ്ട്, രേഖയും കൊണ്ടുവാ. നിങ്ങളുടെ കയ്യിലുള്ള രേഖയും കൊണ്ടുവരൂ. നിങ്ങളുടെ ചെലവ് ഞാൻ വഹിക്കാം. വാഴക്കാട് വീട്ടിൽ നിന്ന് ഇറങ്ങി കൊല്ലം പരവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പോയി അവിടം വരെ വീഡിയോ ഡോക്യുമെന്ററി തയ്യാറാക്കി അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് തിരിച്ച് താങ്കളുടെ വീട്ടിൽ കൊണ്ടുപോയി എത്തിക്കുന്നത് വരെയുള്ള മുഴുവൻ ചെലവും ഞാൻ വഹിച്ചുകൊള്ളാം എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്. എന്നിട്ടും ഇയാൾ ഈ കളവും പറഞ്ഞ് നാട് നീളെ നടക്കുമ്പോഴോ ഔദ്യോഗികമായിട്ട് അന്തസ്സോടെയാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. അത് ഏറ്റെടുക്കാൻ നട്ടലില്ലെങ്കിൽ ഞങ്ങളുടെ നട്ടലിന്റെ ഫോട്ടോ കോപ്പി തരാം, അതെങ്കിലും വെച്ച് വാ. അല്ലാതെ ഇതിപ്പോ ആണുങ്ങളോട് വർത്താനം പറയേണ്ടത് അല്ലേ? ഈ അപരാധം പറഞ്ഞിടക്ക പെണ്ണുങ്ങളെ പോലെ, ഈ നാലാംകിട താത്താമാരെ പോലെ ഇങ്ങനെ നാട് നീളെ കളവ് പറഞ്ഞിടക്കാന്ന് പറഞ്ഞാല് അതൊരു യോഗ്യതയല്ല, അതൊരു ബുദ്ധിയല്ല. മനസ്സിലാക്കിക്കോ ജമാഅത്തുകാരൻ. വരൂ നിങ്ങൾ. ഞങ്ങൾക്കറിയാം മനസ്സോടെ ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല. നിങ്ങൾ മാത്രമല്ല, പലരും ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആണത്തത്തോടെ വിളിക്കരുത്. വരൂ, നിങ്ങൾ വരൂ. എന്ത് കൊല്ലം വരെ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ?
ഈ കളവ് പറഞ്ഞു നടക്കുന്ന അത്രയും പ്രയാസമില്ലല്ലോ. നിങ്ങൾ എന്റെ കൂടെ വരൂ. KNM-ന്റെ അറിവോടെയാണ് ആ പ്രവർത്തനം നടത്തിയത് എന്ന് തെളിയിച്ചാൽ ഇനി ഒരിക്കലും ഈ അനസ് മൗലവി നിങ്ങൾക്കെതിരെ സംസാരിക്കുകയില്ലെന്ന് ഇവിടെ വെച്ച് ഉറപ്പ് തരാം. ഇതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനാണ് ഈ കളവ് നടത്തുന്നത്? എന്തിനാണ് ഈ കളവ് പറഞ്ഞു നടക്കുന്നത്? എന്നിട്ട് രേഖയുണ്ട് പോലും, മിനിറ്റ്സിന്റെ കോപ്പി ഉണ്ട് പോലും. മുഹമ്മദ് മൻസൂർ എന്ന് പറയുന്ന ആള്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഈ കോപ്പി സംഘപരിവാറിന് കൊടുത്തു എന്ന് പറയുന്നത്, സംഘപരിവാർ അമ്പല കമ്മിറ്റിയാണ്, ഇത് സംഘപരിവാർക്ക് അങ്ങോട്ട് ആക്കല. ആ അമ്പല കമ്മിറ്റിക്ക് കൊടുത്തു എന്ന് പറയുന്ന കോപ്പി എങ്ങനെ പുറത്തായി? എങ്ങനെ പുറത്തായി? നിങ്ങളും സംഘപരിവാരും തമ്മിലുള്ള ബന്ധം എന്താ? നിങ്ങൾക്ക് ആ കത്ത് കൈമാറണമെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എന്തോ ബന്ധമില്ലേ? അല്ലെങ്കിൽ പള്ളിക്കെതിരെ സംഘപരിവാറിന് കത്ത് കൊടുത്തിട്ട് ആ കത്ത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ കിട്ടി? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നവരുടെ കയ്യിൽ എങ്ങനെ കിട്ടി? അപ്പൊ നിങ്ങൾ സംഘപരിവാരും തമ്മിൽ രഹസ്യധാരണ ഉണ്ടോ? എങ്ങനെ കിട്ടിയത്? അതറിയാതല്ല ഈ പറയണത്. സംഭവം എന്തെന്ന് അറിഞ്ഞിട്ട് തന്നെ ഈ പറയണത്. നിങ്ങൾ വിചാരിച്ച ഞങ്ങൾ വെറുതെ അങ്ങോട്ട് പൊട്ടിക്കാന്ന് അല്ല. അവിടെ നടന്നത് എന്തെന്ന് അറിയാം. കാരണം ചില മനുഷ്യരുണ്ട് അങ്ങനെ. ഇപ്പൊ നവാബ് രാജേന്ദ്രൻ മുട്ടിയ കേസ് കൊടുക്കൂ ഇല്ലേ? നവാബ് രാജേന്ദ്രൻ മുട്ടിയ കേസ് കൊടുക്കൂലേ? അങ്ങനെ ചില മനുഷ്യരുണ്ട്. അങ്ങനെ ഒരാളുണ്ട് അവിടെ, മുഹമ്മദ് മൻസൂർ എന്ന് പറയുന്ന ആൾ. ഈ പറയുന്ന അദ്ദേഹം ഉദ്ധരിക്കുന്ന വ്യക്തി, ഉദ്ദേശിക്കുന്ന വ്യക്തി, അദ്ദേഹം മടവൂരികൾക്കെതിരെ കത്ത് കൊടുത്തിട്ടുണ്ട്. അമ്പല കമ്മിറ്റിക്കെതിരെയും അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്. രണ്ടിനുമെതിരെ അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്. അമ്പലത്തിനെതിരെ എടുത്ത കേസോ പള്ളിക്കെതിരെ എടുത്ത കേസോ KNM-ന്റെ അറിവോടെയോ KNM അംഗീകരിച്ചതോ അല്ല. അതാണ് വിചിന്തനത്തിൽ കൃത്യമായി എഴുതിയത്. ഞങ്ങൾ വിചിന്തനത്തിലൂടെ പരസ്യപ്പെടുത്തിയത് KNM-ന്റെ അറിവോടെയല്ല. ആ കാര്യത്തോട് KNM യോജിക്കുന്നുമില്ല, യോജിച്ചിട്ടുമില്ല, ഇനി ഒരിക്കലും യോജിക്കുകയുമില്ല. എന്നിട്ട് ഈ മുഹമ്മദ് മൻസൂർ അവിടുത്തെ ജില്ലാ സെക്രട്ടറി, അതാ നിങ്ങൾ വരാൻ പറഞ്ഞത് എന്റെ കൂടെ. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, നിങ്ങളെ കൊണ്ട് വന്ന് കാണിച്ചു തരാം. ഈ മൻസൂറിന്റെ അടുക്കൽ നമുക്ക് പോകാം, അമ്പല കമ്മിറ്റിയുടെ സമീപത്ത് പോകാം. അതാ പറഞ്ഞത് നിങ്ങൾ വരാൻ. അല്ലാതെ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവൂല, അത് തലയിൽ കയറൂല നിങ്ങൾക്ക്. അതുകൊണ്ടാ വരാൻ പറഞ്ഞത്. നിങ്ങളെ ക്ഷണിച്ചത്. നിങ്ങൾ വരില്ലല്ലോ, വരാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ, അതിലെ നട്ടൽ നിങ്ങൾക്കില്ലല്ലോ. ഡോക്യുമെന്ററി ഇറക്കിയാൽ സംഗീതം കയറുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഒഴിവായത്. ഈ കുനിയിൽ വന്ന് പ്രസംഗിച്ചത് അതിൽ സംഗീതം ഉണ്ട്. സംഗീതം അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാം, ഒഴിവാക്കാം. സംഗീതമൊന്നും വേണ്ട, സംഗീതം പാടില്ല എന്നാണ് മൗദൂദി പറഞ്ഞത്. സംഗീതം ഉള്ള കല്യാണ വീട്ടിൽ പോലും പങ്കെടുക്കരുതെന്നാണ് മൗദൂദി പറഞ്ഞത്. നിങ്ങൾക്കൊന്നും അറിയില്ല, അത് ഞങ്ങളുടെ കീടല്ല. അപ്പോ ഇത്രയും വ്യക്തമാണ്. ഇദ്ദേഹം തന്നെ എന്നിട്ട് പറയുന്നുണ്ട്, കൊല്ലത്തേക്ക് ഫ്രീ ട്രിപ്പ് ഉണ്ട്. കേട്ടോളൂ. ഞാൻ നേരത്തെ ഇവിടെ വായിച്ചല്ലോ, കൊല്ലത്തെ പള്ളി നിർമ്മാണം തടയാൻ വേണ്ടി ഇവര് മടവൂർ വിഭാഗത്തിനെതിരെ അയച്ച കത്ത്. അതിന്റെ പേരിൽ എനിക്കൊരു വിമർശനം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സദറുദ്ദീൻ വാഴക്കാട് വരട്ടെ, കൊല്ലത്തേക്ക് ഞങ്ങൾ ഫ്രീ ടിപ്പ് അടിച്ചു തരാം, ഞങ്ങൾ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി ഡോക്യുമെന്ററി തയ്യാറാക്കാം എന്ന് വരെ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഇല്ല. കൃത്യമായ നാളും തീയതിയും വെച്ച് അതിന് സംഘപരിവാറിന് കത്തെഴുതിയ മുജാഹിദ് സംഘടനയുടെ നേതാവിന്റെ പേരുൾപ്പെടെ ഷബാബ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ മറുപടി പറയണം. അപ്പോ മറുപടി പറയുമ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം പറയാൻ. എല്ലാം ആലോചിച്ചിട്ടാ പറയണത്. വരൂ നിങ്ങള്, എല്ലാം ആലോചിച്ചിട്ടാ മറുപടി പറയണത്. വരൂ നിങ്ങള്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടല്ല, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പൊറുക്കണം, എന്നോട് മാപ്പാക്കണം. പറയാൻ ഉദ്ദേശിച്ചിട്ട് പറയല്ല, ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടല്ല. റമദാൻ മാസത്തിൽ, പരിശുദ്ധ റമദാൻ മാസത്തിൽ എറണാകുളം ജില്ലയിൽ പ്രായപൂർത്തിയാകാത്ത ഒരു കേസുണ്ടായി. ഞാനത് ഇത്രയും പറഞ്ഞില്ല, അങ്ങനെ പറയുള്ളൂ. സംഗതി പ്രായപൂർത്തിയായിട്ടില്ല, റമദാൻ മാസത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റിയുടെ ഔദ്യോഗിക നേതാവാണ് പ്രതി. ജമാഅത്തെ ഇസ്ലാമിയുടെ അറിവോടെയാണോ അല്ലേ പറയണം. ജമാഅത്തെ ഇസ്ലാമിയുടെ അറിവോടെയാണോ അല്ലേ, ജമാഅത്തെ ഇസ്ലാമിയാണോ പറഞ്ഞു വിട്ടത് റമദാൻ മാസത്തിൽ പ്രായപൂർത്തിയാകാത്ത കേസുണ്ടാക്കാൻ? അങ്ങനെ ഒരു ആരോപണം നിങ്ങളോട് പറഞ്ഞാൽ എന്താ മറുപടി പറയാണ്ട്? ഇതൊക്കെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതറിയാവേ, കഴിഞ്ഞ മറുപടിക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ ഞാൻ അങ്ങനെ വിളമ്പൂല. ഇനി ഇയാൾ വമൻ അദലു മമ്മന മസാജിദുള്ള നായത്വം അതിലോ. ഞാൻ ഇനിയും വിളിക്കുന്നു, നിങ്ങളെ ഇനിയും വിളിക്കുന്നു. കൊല്ലം വരെ വരണ്ട, എറണാകുളം ജില്ല വരെ, എന്റെ വകയിൽ ഞാൻ കൊണ്ടുപോകാം നിങ്ങളെ ഫുൾ ഫ്രീ. ഇനി TA അതല്ല, അഡീഷണൽ എന്തെങ്കിലും വേണം, ഒരു ദിവസം എനിക്ക് ഇത്ര കിട്ടാറുണ്ട്, അതും തരാം.
നിങ്ങൾ വരുമോ ഒരു ദിവസം എൻ്റെ കൂടെ എറണാകുളം ജില്ലയില് വെള്ളിയാഴ്ചയില് അള്ളാന്റെ പള്ളിയിൽ വന്ന ആളുകളെ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച് അടിച്ചു പുറത്താക്കിയ സോൾഡാറ്റിക്കാരൻ ഞാൻ കാണിച്ചു തരാം. അവൻ അതിലും പള്ളി ഉണ്ടാക്കുന്നതിനല്ല, അള്ളാന്റെ നാമം സ്മരിക്കാൻ പള്ളി വരുന്നവനെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചിട്ട് അള്ളാന്റെ പള്ളിയുടെ മെഹ്റാബിൽ രക്തം വീഴ്ത്തി ഞാൻ കാണിച്ചു തരാം. ആ ആളുകളെ കാണിച്ചു തരാം, അതിന്റെ വലിയ ആളുകളെ കാണിച്ചു തരാം. നിങ്ങൾ വരുമോ? നിങ്ങൾ വരൂല. അതാ ഞാൻ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ നട്ടലിന്റെ ഫോട്ടോ കോപ്പി എടുത്തരാ, വെച്ചിട്ട് വാ. അപ്പൊ ഈ രൂപത്തിൽ മാന്യ സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ആരോപണങ്ങളാണെങ്കിൽ അതിന് മറുപടി പറയാൻ അറിയാത്തൊന്നല്ല, നല്ല ചുട്ട മറുപടി ഞങ്ങൾ പറയും. അത് ഈ രൂപത്തിൽ അവിടുത്തെ ജവാബ് ഇവിടുത്തെ ജവാബ് വായിച്ചിട്ടല്ല, നല്ല അന്തസ്സായിട്ട് മറുപടി പറഞ്ഞു തരും. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഇനി ഞാൻ ചോദിച്ചല്ലോ, RSSകാരനെ എതിർക്കാൻ നിങ്ങൾക്ക് എന്താ ന്യായം? നിങ്ങൾക്കൊരു ന്യായമില്ല. കാരണം ആദ്യത്തെ വോട്ട് ജനതാ പാർട്ടിക്ക്. അതിനിപ്പോ ഒരു മറുപടി പറയാൻ ശ്രമിച്ചെന്താ? ജനസംഘം ജനതാ പാർട്ടി വേറെയാണ്. ഞാൻ ചോദിക്കട്ടെ, ജനതാ പാർട്ടിയിൽ ജനസംഘമില്ലേ? BJP ഇല്ലേ? സംഘപരിവാര ശക്തികളില്ലേ? ആ സംഘപരിവാര ശക്തികൾ അടങ്ങുന്നവർക്കല്ലേ ജമാഅത്തെ ഇസ്ലാമി ആദ്യത്തെ വോട്ട് കൊടുത്തത്? 1977 ആദ്യമായി BJPക്ക് വോട്ട് കൊടുത്ത സംഘപരിവാര ശക്തികളെ അധികാരത്തിലേറ്റാൻ സഹായിച്ച ജമാഅത്തുകാരെന്തിനാ ഈ വിഷയത്തിൽ ദണ്ഡിപ്പ് പ്രയാസം? ആദ്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷനിൽ പങ്കെടുത്തപ്പോ സ്ഥാനാർത്ഥിയാക്കിയതാരെ? മുരത്ത് RSSകാരനെയല്ലേ സ്ഥാനാർത്ഥിയാക്കിയത്? അങ്ങനെ ആക്കിയത് ഞാനല്ലല്ലോ പറഞ്ഞത്. നേരെ മറിച്ച് ഓതുള്ള സാഹിബല്ലേ മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജാമ്യ സംഘ കളഞ്ഞു കുളിച്ച CPK മാസ്റ്റർ മുരത്ത് RSSകാരൻ. ആ മുരത്ത് RSSകാരന് സ്ഥാനാർത്ഥിയാക്കിയ ജമാഅത്തെ ഇസ്ലാമി. മാത്രമല്ല കണ്ണൂർ നഗരസഭ സിവിൽ സ്റ്റേഷൻ വാർഡിലെ ജനപക്ഷം സ്ഥാനാർത്ഥി ശശികല ബാൽതാക്കറെ. ശശികല അവര് പിന്നെ സംഘപരിവാര ശക്തിയിൽ ബാൽതാക്കറെ, ശശികല ബാൽതാക്കറെ എന്നവരുടെ പേര് തന്നെ. സംഘപരിവാര ശക്തികളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടു നടന്ന ജമാഅത്തുകാര, സംഘപരിവാര ശക്തികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച ജമാഅത്തുകാര. നിങ്ങൾ കലീമിനെ കൊണ്ട് കലീം നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾ അസീമാനന്ദക്കും മുദ്രാവാക്യം വിളിക്കാൻ പോയ ആൾക്കാരാ. അസീമാനന്ദക്കും വാജ്പേയിക്കും അതല്ലേ? വാജ്പേയി ആദ്യമായിട്ട് അധികാരമേറ്റപ്പോ ആദ്യത്തെ അഭിനന്ദനം വന്ന എവിടുന്ന്? പാകിസ്ഥാനിൽ നിന്ന്. ആരാ അഭിനന്ദനം അയച്ചത്? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ, പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ. ആർക്ക്? വാജ്പേയി സർക്കാരിന്റെ ആദ്യത്തെ അഭിനന്ദനം. അപ്പൊ ഇതൊക്കെ വ്യക്തമാണ്. പിന്നെ ഈ രൂപത്തിലുള്ള കഥകൾ പറഞ്ഞു പോവുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ മാന്യ സഹോദരങ്ങളെ, സമയം അധികരിച്ചിരിക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ നിർത്തണം. ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവിടെ വിശദീകരിക്കാനുണ്ട്. ഒരു കാര്യം എന്റെ സുഹൃത്തുക്കൾ അവിടെ ഈ സദസ്സിന്റെ മര്യാദ പാലിച്ചുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണമെന്ന് ഓർത്തുകയാണ്. ഇത് വളരെ ആത്മാർത്ഥമായി പറയാണ്. ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് വ്യക്തിപരമായി ഒരു ദേഷ്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അതിന്റെ ആളുകളുമല്ല. നേരെ മറിച്ച് ഇത് റബ്ബിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ മതമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇത് കളിതമാശയായവർ കാണുന്നു, മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സ്നേഹത്തോടുകൂടി ജമാഅത്ത് സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, ഒരിക്കലും അള്ളാഹുവിന്റെ മതത്തിൽ, റബ്ബിന്റെ മതത്തിൽ നമ്മുടേതായ അതിരുകവിച്ചൽ പാടില്ല, ഇടപെടൽ പാടില്ല. അല്ല എന്ന് പറഞ്ഞു, റസൂൽ എന്ന് പഠിപ്പിച്ചു, അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക, അധ്വാനിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക. ഇനി ഒരു കാര്യം കൂടി സദറുദ്ദീൻ മൗലവിയോട് പറയുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മാന്യമായ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്, സ്നേഹസംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ നിങ്ങൾ ഉദ്ധരിച്ച പ്രസംഗം, നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ ഉദ്ധരിച്ച തെളിവുകൾ അതേതാകട്ടെ, അൽമുർഷിദിൽ വന്ന മാറ്റം, അദ്ദേഹത്തിനോട് വരുന്ന മാറ്റങ്ങളൊക്കെ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന 6-ാം തീയതി എറണാകുളത്തുണ്ട് മറുപടി, അവിടെ കൂടുതൽ വിശദമായി പറയും. അപ്പോൾ സൂചിപ്പിക്കാനുള്ളതാണെന്ന് ചോദിച്ചാൽ, എന്റെ സദറുദ്ദീൻ മൗലവി നിങ്ങൾ ഇവിടെ ഉദ്ധരിച്ച ഓരോ തെളിവുകളും വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ചർച്ചക്ക്, നിങ്ങൾ ഉദ്ധരിച്ച തെളിവുകൾ അത് മാത്രം വെച്ചിട്ടൊരു ചർച്ചക്ക് നിങ്ങൾ തയ്യാറുണ്ടോ? സ്നേഹസംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്കാർ മുൻകൈയെടുത്ത് അതിന് തയ്യാറാവുകയാണെങ്കിൽ മുജാഹിദികൾ അതിന് ഒരുക്കമാണ്, മുജാഹിദികൾ അതിന് തയ്യാറാണ്. ഒരു വഴക്കും ഒരു വക്കാണ് ഒരു ബഹളവും
അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നവുമില്ലാതെ സ്നേഹപൂർവ്വം ഇരുന്ന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ, ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന വിവരം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കേട്ടതും പറഞ്ഞതുമായ കാര്യങ്ങൾ അവനെടുക്കൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.